പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രേക്ഷകരോടൊപ്പം വീണ്ടും ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ ആയിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ വഴികളെക്കുറിച്ച് പങ്കുവയ്ക്കുവാൻ ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജോബി വർഗീസ് അവറുകളാണ്. തൻ്റെ ജീവിതത്തിലെ ദൈവം ചെയ്തിട്ടുള്ള അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, ഈ കാലയളവിൽ കർത്താവിന് വേണ്ടി ശക്തമായി ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദൈവഭക്തൻ എന്ന നിലയിൽ തൻ്റെ ജീവിതത്തിലെ ഒരുപാട് അനുഭവങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പറയുമ്പോൾ അത് നമുക്ക് ഏവർക്കും അനുഗ്രഹമായി തീരേണ്ടതിന് ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ, സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാൻ നാം എല്ലാവരും പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജോബി വർഗീസ് അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തു. പ്രൈസ് ദി ലോർഡ് പാസ്റ്ററെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദാസനെ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ പാസ്റ്റർ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിലെ ആരൊക്കെയുണ്ട്? കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താം. പ്രാരംഭമായി അരോമ ടിവിയുടെ എല്ലാ ഭാരവാഹികൾക്കും അതിന് പ്രേക്ഷകർക്കും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ മീഡിയയിൽ കൂടി വാച്ച് ചെയ്യുന്ന എല്ലാ വ്യൂവേഴ്സിനും എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇപ്രകാരം സമയം സാക്ഷ്യത്തിനായി ലഭിച്ചതോർത്ത് വളരെ സന്തോഷമുണ്ട്. എൻ്റെ പേര് ജോബി വർഗീസ്. ചിലപ്പോഴെങ്കിലും തുവിയൂർ എന്ന് നാമകരണം ചെയ്യാറുണ്ട്. പക്ഷെ ജോബി വർഗീസ് തുവിയൂർ. എൻ്റെ വൈഫിൻ്റെ പേര് മോൻസി വർഗീസ്. 2 ആൺകുഞ്ഞുങ്ങളെയാണ് കർത്താവ് ദാനമായി നൽകിയത്. മൂത്ത മകൻ നഥാനിയേൽ വർഗീസ് ജോബ്, ഇളയ മകൻ നെഹമ്യ വർഗീസ് ജോബ്. മൂത്ത മകൻ ഗുജറാത്തിൽ അഹമ്മദാബാദിൽ, ഇവിടെ ഗാന്ധിനഗർ PDPU പണ്ഡിറ്റ് ദീൻ ദയാൽ എനർജി യൂണിവേഴ്സിറ്റിയിൽ MSc ഫിസിക്സ് വിദ്യാർത്ഥിയാണ്. അവസാന വർഷം പഠിക്കുന്നു. ഇളയ മകൻ +2 പഠനം കഴിഞ്ഞ് പരീക്ഷ എഴുതിയിരിക്കുന്നു. ഞാൻ അടൂർ കടമ്പനാട് തുവിയൂർ സ്വദേശിയാണ്. മാതാപിതാക്കൾക്ക് ഏക മകനാണ്. കഴിഞ്ഞ 25 വർഷമായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. ഇപ്പോൾ തന്നെ പേരൻസ് 2 പേരും ഉണ്ട്. അവർ പ്രായാധിക്യമാണ്, ക്ഷീണിതരാണ്. എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഞങ്ങൾ ശുശ്രൂഷയ്ക്ക് അപേക്ഷിക്കുകയാണ്. ഇങ്ങനൊരു മീഡിയം തമ്മിൽ കാണുവാനും പരിചയപ്പെടുവാനും ശുശ്രൂഷിക്കുവാനും ദൈവരാജ്യത്തിൻ്റെ വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളെ മാന്യ പ്രേക്ഷകരോട് ഈ അരോമ ടിവിയിൽ കൂടി പങ്കുവെക്കുവാൻ പാസ്റ്റർ ഡാനിയൽ ജോൺ കർത്താവിൻ ദാസൻ നൽകിയ ഈ അവസരം വളരെ അനുഗ്രഹിക്കപ്പെട്ട നിമിഷമായി കരുതുന്നു. എല്ലാവരും ഒരിക്കൽ കൂടെ വന്ദനം ചൊല്ലുന്നു. ആമേൻ. താങ്ക് യു. കർത്താവിൻ്റെ ദാസനെ പരിചയപ്പെടുത്തി വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമ ടിവിയുടെ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ, ബാല്യകാലം മുതലിഞ്ഞിട്ടുള്ള നല്ല ഓർമ്മകൾ സംസാരിക്കുന്നതിനായിട്ട് സമയം വേർതിരിച്ചു കൊള്ളുന്നു. പ്രിയ സഹോദരങ്ങളെ, ഒരു അനുഭവ സാക്ഷ്യം പങ്കുവെക്കുന്നതിലുള്ള സന്തോഷം ഞാൻ പ്രകടിപ്പിച്ചല്ലോ. ഇപ്രകാരം ഒരു മീഡിയം, ഒരു ചാനൽ തന്നെ ഞങ്ങളെപ്പോലുള്ള ദൈവവൃത്തന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് കൂട്ടായ്മയ്ക്കുമായി ഇപ്രകാരം ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് ഓൺലൈനിൽ കൂടെ ഇന്നലകളിലെ ജീവിത അനുഭവങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി മാത്രം പങ്കുവെക്കുവാൻ ലഭിച്ച അവസരം ഒരു വലിയ ഭാഗ്യ പദവിയായിട്ട് തന്നെ ഞാൻ കാണുകയാണ്. കാരണം മറ്റൊന്നുമല്ല, വ്യത്യസ്തമായ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയിൽ നാം എല്ലാം പങ്കാളികളായിരിക്കുന്നു. ഞാൻ ചെയ്യുന്നത് വളരെ ചെറിയ തോതിലുള്ള ഒരു ശുശ്രൂഷയാണ്. എന്നാൽ പോലും ലഭിച്ച അവസരം
അത് വിലയേറിയതാണ് എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. ഞാനിത് ഉദ്ദേശിക്കുന്നത് നാളുകളിൽ കർത്താവ് വരെ താമസിച്ചാൽ ഞങ്ങളെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ശുശ്രൂഷകളെ നിങ്ങൾക്ക് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാനും ഇതിൽ കൂടിയും കർത്താവ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള ദൈവിക പദ്ധതികളെ ഇതിന്റെ അനുവാചകർക്ക് ഈ സാക്ഷ്യത്തിൽ കൂടെ നൽകുന്നതിലാണോ എന്റെ സന്തോഷം. ഞാൻ പറഞ്ഞല്ലോ, തുവിയൂർ സ്വദേശിയാണ്. ഞാൻ ജനിച്ചത് ആസാം എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ്. അവിടെ ഗോഹട്ടി, ആസാമിന്റെ തലസ്ഥാനമാണ് ഗോഹട്ടി. ഇന്നേക്ക് 51 വർഷത്തിന് മുമ്പ് എൻ്റെ പിതാവ് അവിടെ ഇന്ത്യൻ ആർമിയിലായിരുന്നു. മാതാവിനും പിതാവിനും ഏക മകനായിട്ടാണ് ജനിച്ചത്. അവിടെ ഒരു സാക്ഷ്യം, ഒരു വാക്ക് പറയുവാൻ ഉള്ളത്, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ നോർത്ത് ഈസ്റ്റിലെ ആദ്യകാല സഭയായ അല്ലെങ്കിൽ ആദ്യ സഭയായ ഗോഹട്ടി IPC സഭ രൂപീകൃതമാവാൻ അന്ന് ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട പല സഹോദരന്മാരെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുവാൻ എൻ്റെ പിതാവിന് ദൈവം അവസരം കൊടുത്തു. നോർത്തേൺ റീജിയൻ IPCയുടെ സ്ഥാപക പ്രസിഡന്റ്, നിത്യതയിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ KT തോമസ് ഗോഹട്ടിയിൽ 1970-കളിൽ ആരംഭിച്ച ഒരു സഭാ പ്രവർത്തനമാണ് ഇന്ന് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് ആസാം, മേഘാലയ, ഇപ്പോൾ തന്നെ അരുണാചൽ പ്രദേശ്, ഈ മേഖലയിലൊക്കെ ഒരു ബേസ് ചർച്ചായി, മദർ ചർച്ചായി രൂപമെടുക്കാൻ കാരണം ഗോഹട്ടി സഭയായിരുന്നു. അവിടുത്തെ ആദ്യകാല ശുശ്രൂഷയിലാണ് കർത്താവിൽ പ്രസിദ്ധനായ പാസ്റ്റർ K. ജോയ്. അതിനുശേഷം പാസ്റ്റർ ജോൺ ഡാനിയൽ, ആദ്യമായിട്ടുള്ള ദേവദാസമാർ, അവർ ശുശ്രൂഷയുടെ പ്രാരംഭ നാളുകളിൽ പ്രവർത്തിച്ച ഒരു മിഷൻ ഫീൽഡായിരുന്നു ആസാമിലെ ഗോഹട്ടി നാരംഗി ചർച്ച്. കാരണം നോർത്ത് ഈസ്റ്റിനെ സംബന്ധിച്ച് അന്ന് ടൗണുകൾ കേന്ദ്രീകരിച്ച് മാത്രമേ ഉള്ളൂ സഭാപ്രവർത്തനങ്ങൾ. കാരണം ജോലിക്ക് വേണ്ടി കടന്നു പോയിരിക്കുന്ന മലയാളി വിശ്വാസികൾ ടൗൺഷിപ്പുകളിലൊക്കെ ഒരുമിച്ച് കൂടിയുള്ള കൂട്ടായ്മകളൊക്കെ സജീവമാകുന്നതേ ഉള്ളൂ. അന്നും ഇന്നും ആസാം ഒരു വ്യത്യസ്ത മേഖലയാണ്. ആസാമീസ് ലാംഗ്വേജ്, ആസാമിന്റെ കൾച്ചർ, അവിടുത്തെ പീപ്പിൾ ഗ്രൂപ്പ്സ്, അവിടെയുള്ള നേറ്റീവ്സ് സുവിശേഷത്തോടെ എക്കാലം വളരെ വിമുഖതയുള്ളവരാണ്. ഇപ്പോഴും സ്ഥിതി ഇത്രയും വർഷം, 50 വർഷം പിന്നിട്ടിട്ട് മാറിയിട്ടില്ല. ഇപ്പോഴാണ് 60കളുടെ അവസാനം, 70കൾ തന്നെ സഭ രൂപീകരിച്ചു. അങ്ങനെ എൻ്റെ പിതാവിനെയും ദൈവം അതിനുവേണ്ടി ഉപയോഗിച്ചു എന്നുള്ളത് ഇത്തരണത്തിൽ ഓർക്കുകയാണ്. ഞാന് ജനനശേഷം 80കളോടുകൂടി കേരളത്തിലേക്ക് മടങ്ങി വന്നു. അങ്ങനെ എൻ്റെ മാതാവിന്റെ വീട്ടിലാണ് നിന്ന് ബാല്യകാലം മാത്രമല്ല, തുടർന്നുള്ള വർഷങ്ങളെല്ലാം കടമ്പനാട്, കൊല്ലം പത്തനംതിട്ട ജില്ലയുടെ ബോർഡറാണ് സ്ഥലം. ഇനി ആ ദേശത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയിലെ പെന്തക്കോസ്ത് ഉണർവിനെ
അടിസ്ഥാനം കുറിച്ച ഒരു മണ്ണാണ് തുവിയൂർ എന്ന് പറയുന്നത്. മലങ്കരയിൽ ആരംഭിച്ച ആത്മീയ നവോത്ഥാനത്തിന് വേണ്ടി ദൈവം ഉപയോഗിച്ച പിതാക്കന്മാരുള്ള ഒരു സ്ഥലമായിരുന്നു തുവിയൂർ. അതിൽ പലരും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരാണ്. 1912 കുക്ക് സാഹിബ് കേരളം സന്ദർശിക്കുന്നത്. എന്നാൽ 12 കേരളത്തിലെ പെന്തക്കോസ്തിന് അദ്ദേഹം ആരംഭം കുറിക്കുന്നത് ഞങ്ങളുടെ പ്രാദേശിക സ്ഥലത്താണ്. അതാണ് എക്കാലമുള്ള ഇന്ത്യയിൽ ഒരു പെന്തക്കോസ്ത് മുന്നേറ്റം, പെന്തക്കോസ്തിന്റെ ഈറ്റില്യം. അപ്രകാരമുള്ള ഒരു ആത്മീയ നവോത്ഥാനത്തിന് ബീജാഭാവം കുറിച്ച സ്ഥലമാണ് തുവിയൂർ എന്ന് പറയുന്നത്. കേരളത്തിലെ ദൈവസഭയുടെ ചരിത്രത്തിൽ തങ്കലിപികളായി ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ദേശമാണ് തുവിയൂർ. എന്റെ പ്രാദേശിക സഭ ഇപ്പോൾ ഏകദേശം 100-115 വർഷം പിന്നിട്ട് കഴിഞ്ഞു. എന്നാൽ അതിനു മുമ്പ് ചരിത്രമുണ്ട്. കേരളത്തിൽ പെന്തക്കോസ്തിന്റെ ഒരു ഷിഫ്റ്റ് ഉണ്ടാവാൻ കാരണം 20-ാം നൂറ്റാണ്ടിന്റെ പ്രാരംഭ നാളുകളിൽ കേരളത്തിൽ ശക്തിപ്പെട്ട ഒരു ഗ്രൂപ്പായിരുന്നു വിയോജിത പ്രസ്ഥാനം. സമുദായ സഭകളിൽ നിന്ന്, പ്രത്യേകിച്ച് ഓർത്തഡോക്സ്, യാക്കോബ, മൃത്വമായ ഇങ്ങനെയുള്ള സമുദായ സഭകളിൽ നിന്ന് പലരും സൈമൺ സാറിന്റെ വിയോജിത പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു കാലയളവിൽ 1905 പരുത്തിപ്പാറ ഉമ്മച്ചൻ എന്ന് പറയുന്ന ഒരു ദൈവഭൃത്യൻ ആത്മനിയോഗം പ്രാപിച്ച് അദ്ദേഹം ഇടയാറമുളയിൽ കൂടെ സഞ്ചരിക്കുകയും സാധു കൊച്ചുപദേശിയുടെ നവീകരണ യോഗങ്ങളിൽ പങ്കെടുത്ത് ഒരു സുവിശേഷ തൽപരനായി അദ്ദേഹത്തിന്റെ പിതൃദേശമായ കടമ്പനാട് തുവിയൂർ കോളൂർ തടത്തിൽ എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ കടന്നു വന്ന് സമുദായ ഭവനങ്ങളിൽ സുവിശേഷം പങ്കുവെക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ ഇടയായി. അതിന് തൽഫലമായിട്ടാണ് ഞങ്ങളുടെ പല കുടുംബാംഗങ്ങളും വേർപെട്ട സുവിശേഷ സത്യത്തിൽ ആകർഷിതരായി ആദ്യമായി ഈ രക്ഷയുടെ പൂർണ്ണ അനുഭവത്തിലേക്ക് കടമ്പനാട് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ നിന്നും പൂർണ്ണമായും വേർപെട്ട് കോളൂർ തടത്തിൽ എന്ന് പറയുന്ന ഒരു താഴ്വരകളുള്ള സ്ഥലമുണ്ട്. അവിടെ വിയോജിത പ്രസ്ഥാനക്കാർ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ആരംഭിച്ചു. അത് പെന്തക്കോസ്തല്ല, പൂർണ്ണ സുവിശേഷ സത്യങ്ങളെല്ലാം പ്രഘോഷിക്കപ്പെടുന്ന ഒരു ആരാധനാലയമല്ല. എന്നാൽ അവർ പള്ളിമതത്തോടും സമുദായ ഭക്തിയോടും നേർച്ച കാഴ്ചകള്, മധ്യസ്ഥന്മാര്, വിശുദ്ധന്മാരോടുള്ള പ്രാർത്ഥന, പ്രകാരമുള്ള പാരമ്പര്യമായ കീഴ്വഴക്കങ്ങളിൽ നിന്ന് മാറി ദൈവവചനം പഠിക്കുവാനും സുവിശേഷത്തിന്റെ അന്തസ്സത്ത മനസ്സിലാക്കുവാൻ അവർ തീരുമാനിച്ചതിന്റെ വെളിച്ചത്തിൽ
കോളൂർ തടത്തിൽ ഒരു പ്രാർത്ഥന ആരംഭിച്ചു. 905 തുടങ്ങി 6-7 908 ആയപ്പോഴാണ് അവിടെ ബ്രദറൻ മിഷണറി ആയിരിക്കുന്ന ജോർജ് ബെർഗ് എന്ന് പറയുന്ന ഒരു ബ്രദറൻ വിദേശ മിഷണറി, അവർ നീലഗിരി ഊട്ടിയിൽ അവരുടെ വിശ്രമകാലം ചെലവഴിച്ചപ്പോൾ ഇപ്രകാരം ഒരു വിയോജിത പ്രസ്ഥാനത്തിൽ നിന്ന് മാറി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥന കൂട്ടത്തെക്കുറിച്ച് അറിവ് ലഭിച്ചപ്പോൾ, അന്ന് കേരളത്തിൽ നമ്മുടെ തിരുവനന്തപുരം, ചെങ്ങന്നൂർ, തിരുവല്ല, കോട്ടയം റെയിൽവേ ലൈൻ ഇല്ല. അന്ന് ഇന്ത്യൻ റെയിൽവേക്ക് ഈ കോസ്റ്റലും സെൻട്രൽ ലൈനും ഇല്ല. മധുര, ചെന്നൈ, മധുര, തിരുനെൽവേലി, ചെങ്കോട്ട വഴി പുല്ലൂര്, കൊട്ടാരക്കര വരുന്ന ബ്രോഡ് ഗേജ് ലൈനുണ്ട്. അങ്ങനെ കൊട്ടാരക്കര വന്നിട്ട് ജോർജ് ബെർഗ് തുവീറിൽ എത്തിച്ചേർന്നു. അദ്ദേഹത്തിന് പക്ഷെ ഒരു നവീകരണ ബാപ്റ്റിസ്റ്റ് എന്ന് പറയും, റിവൈവൽ ബാപ്റ്റിസ്റ്റ്, ആത്മസ്നാനം ശരിയാണെന്നൊക്കെ അറിയാവുന്ന ഒരു വിദേശ മിഷണറിയാണ്. എന്നാലും ബ്രദറുകാരോടാണ് ഇവിടെ അസോസിയേഷൻ ഉള്ളത്. അദ്ദേഹം തിരിച്ച് അമേരിക്കയിൽ പോയിട്ടാണ് ജോർജ് ബെർഗിനോട്, അദ്ദേഹം ഇന്ത്യയിലേക്ക് പോകാൻ തയ്യാറായി, അവർ ഒരുമിച്ച് ബാംഗ്ലൂരിലേക്ക് വരുവാൻ ഉള്ള യാത്രയിലാണ് തുവിയൂർ എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് ബോധവൽക്കരിച്ചു. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അങ്ങനെയാണ് ആദ്യമായി കുക്ക് സാഹിബ് കേരളത്തിൽ എത്തുന്നത്. കുക്ക് സാഹിബ് കേരളത്തിലെത്തി 2012 മുതൽ 2 വർഷം, 912 മുതൽ 914 വരെ 2 വർഷം തുവിയൂർ കേന്ദ്രമാക്കി പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് കൊട്ടാരക്കര, തൃക്കണമംഗൽ, എടമൺ, ചാലിയേക്കര, ശൂരനാട്, മണ്ണടി, മുളക്കഴ, ഇങ്ങ് ആറാട്ടുപുഴ വരെയും അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലയിൽ ഒരു അടിസ്ഥാനം അല്ലെങ്കിൽ ആസ്ഥാനം തുവിയൂരായിരുന്നു. ഇങ്ങനെയാണ് ആദ്യത്തെ കേരളത്തിലെ ബന്ധക്കോസ്ത് സഭയ്ക്ക് ഒരു രൂപീകൃതമാകുന്നത്. അവിടെയാണ് എൻ്റെ മാതൃസഭ, എൻ്റെ മാതാവിന്റെ കുടുംബാംഗങ്ങളെല്ലാം ആ ചർച്ചുമായി ബന്ധപ്പെട്ടവരാണ്. എൻ്റെ ഇപ്പോഴും പ്രാദേശിക സഭയുടെ അംഗത്വം തുവിയൂർ ചർച്ച് ബോർഡിലാണ്. അത് ചർച്ച് ബോർഡിന്റെ കുക്ക് സാഹിബ് ചർച്ച് ബോർഡിൽ ചേർന്നപ്പോൾ അത് ചർച്ച് ബോർഡ് സഭയായിട്ട് മാറി. അതിനു മുമ്പ് അത് തെന്നിന്ത്യ ദൈവസഭയായിരുന്നു. അതിനുശേഷം മലങ്കര പൂർണ്ണ സുവിശേഷ ദൈവസഭയായി. 1936 കുക്ക് സാഹിബ് ചർച്ച് ബോർഡ് ഇന്ത്യ ലയിച്ചപ്പോഴാണ് അത് ഇന്ത്യ ദൈവസഭയായിട്ട് മാറിയത്. അതാണ്, അവിടെയാണ് എൻ്റെ സൺഡേ സ്കൂള്, ബാല്യകാലം. അതുകൊണ്ട് ഒത്തിരി പരിണതപ്രത്യരായ ദൈവവൃത്തിന്മാര് ആ സഭ സന്ദർശിക്കുകയും വളരെ വിശ്വാസവീരന്മാരായ ദൈവവൃത്തിന്മാർ ആ സഭയുടെ ശുശ്രൂഷമാരായി വരികയും അങ്ങനെ ഒരു വലിയ ആത്മീയ ഉണർവിന്റെ ഭാഗമായി എനിക്കവിടെ തുടരുവാൻ ദൈവം അവസരം നൽകി. SSLC വരെയുള്ള വിദ്യാഭ്യാസം കടമ്പനാട് ബോയ്സ് ഹൈസ്കൂളിലാണ്. അതിനുശേഷം എനിക്ക് അടൂർ സെന്റ് സെൽസ് കോളേജിൽ പഠിച്ചു. ഡിഗ്രി ഞാൻ ശാസ്താംകോട്ട DB കോളേജിൽ നിന്ന് BCom പൂർത്തീകരിച്ചു. അതിനുശേഷം മറ്റ് ചില കോഴ്സുകൾ ചെയ്തു. MA സോഷ്യോളജിക്ക് കാര്യവട്ടത്ത് ജോയിൻ ചെയ്ത് പഠിക്കാനിടയായി തീർന്നു. പക്ഷെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം മണക്കാലയിൽ നിന്ന് BD പഠനം, ബാച്ചലർ ഓഫ് ഡിവിനിറ്റി എടുക്കുവാൻ എന്നൊരു അവകാശം ഒരുക്കി. പിന്നെ എൻ്റെ തുടർമാനമായിട്ടുള്ള സുവിശേഷ യാത്രയിൽ
പല സ്ഥലങ്ങളിലും ലീഡർഷിപ്പ് ക്ലാസ്സുകൾ വിദേശത്ത് ഷോർട്ട് ടൈമായിട്ട് പഠിച്ചു. അങ്ങനെ ക്രൈസ്റ്റ് ഫോർ നേഷൻസിന്റെ സിംഗപ്പൂർ ആസ്ഥാനമായിട്ടുള്ള ബിബ്ലിക്കൽ ഫൗണ്ടേഷൻസ് ചെയ്യുവാനിടയായി തീർന്നു. പല മിഷണറി ഇവാഞ്ചലിസ്റ്റിക്കൽ അസോസിയേഷന്റെ ഡിസേബിൾസ് ട്രെയിനിങ്ങിൽ DTS മുതലായിട്ടുള്ള ട്രെയിനിങ്ങുകളിൽ ഞാൻ പങ്കാളിയായി. ഇതെല്ലാം പിന്നത്തേയുള്ള ശുശ്രൂഷയുടെ വളർച്ചയിൽ ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിക്കാനൊരു അവസരം കിട്ടിയാൽ മിഷനെയോ ഇവാഞ്ചലിക്കൽ അവേക്കനിങ് മൂവ്മെന്റുകളെ കുറിച്ചൊക്കെയുള്ള പഠനങ്ങളിൽ ഇപ്പോഴും വ്യാപൃതനാണ്. പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞത് MA ഡ്രോപ്പ് ഔട്ട് ചെയ്തു. ഇപ്പോൾ 1995 മുതൽ എനിക്കൊരു ശുശ്രൂഷയുടെ ഒരു ആരംഭം കുറിക്കുവാൻ അവസരം ലഭിച്ചത് ചർച്ച് ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റിന്റെ മുളക്കട ഓഫീസിൽ 95 മുതൽ 2000 വരെ ഇവിടെ ഒരു ശുശ്രൂഷ സഹായിയായും പബ്ലിക്കേഷൻ ബോർഡിലും അതിനുശേഷം മീഡിയ സെക്രട്ടറി ആയിട്ട് റവറൻ PA വിസാം കേരള സ്റ്റേറ്റ് ഓവർസർ ആയിരിക്കുമ്പോൾ ചർച്ച് ഓഫ് ഗോഡിന്റെ ലീഡർഷിപ്പിൽ ഒരു ശുശ്രൂഷയ്ക്ക് സഹായമായി ഞാൻ അവിടെ 5 വർഷം തുടർമാനമായി പ്രവർത്തിക്കാൻ റെഡിയായി തീർന്നു. ഇപ്രകാരം ഉള്ള പ്രവർത്തന മേഖലകളിൽ ലിറ്ററേച്ചർ, മിഷന്റെ ഓഫീസിൽ ഇവിടെ ഒരു സ്റ്റാഫായിട്ട് പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി പ്രവർത്തിക്കാൻ ഇടയായത് തന്നെ ഒരു ശുശ്രൂഷയുടെ കാലഘട്ടമായി കൂട്ടുവാണെങ്കിൽ 2025 ആയപ്പോൾ 30 വർഷം പിന്നിട്ടിരിക്കുകയാണ്. 2002 മുതൽ എനിക്ക് സഭാ ശുശ്രൂഷ ഉണ്ടായി. 2002 തന്നെ ഓർഡിനേഷൻ ലഭിച്ച് അതിനുശേഷം പുന്നക്കാട് എന്ന് പറയും, കോഴഞ്ചേരി പുന്നക്കാട്, അല്ലെങ്കിൽ കുഴിക്കാല നമുക്കറിയാം. കുഴിക്കാല എന്ന് പറയുന്ന സ്ഥലത്ത് ചർച്ച് ഓഫ് ഗോഡിന്റെ പാസ്റ്ററായിട്ട് 6 വർഷം ഒരു ഭവന സഭയോട് ചേർന്ന് പ്രവർത്തിക്കാൻ ഇടയായി തീർന്നു. അതിനുശേഷം സഭ കുറച്ചുകൂടെ വളർന്നു. മറ്റൊരു ശുശ്രൂഷയെ അവിടെ നിന്ന് പ്രവർത്തിക്കുവാൻ പര്യാപ്തമായ നിലയിൽ മറ്റൊരു ശുശ്രൂഷയെ സ്റ്റേറ്റ് ഓഫീസ് അവിടത്തേക്ക് നിയമിച്ചു. ഞാൻ 2007 മുതൽ തിരുവല്ലയിൽ ഒരു ആത്മീയ മുന്നേറ്റം നിരന്തരമായി കർത്താവിൽ പ്രസിദ്ധനായ പാസ്റ്റർ സാമച്ച ഭാഷ പറയും. അദ്ദേഹത്തിന്റെ ശുശ്രൂഷ മുഖാന്തരം 2007 സമയങ്ങളിൽ തിരുവല്ലയിൽ ഉണ്ടായ ഒരു നവീകരണം തന്നെ പറയാം. കുറച്ചേറെ പേര് വിശ്വാസത്തിൽ വരികയും സ്നാനം സ്വീകരിക്കുകയും അനേക കുടുംബങ്ങൾ സമുദായ അനുഭവങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കപ്പെട്ട് വേർപെട്ട് ആരാധിക്കുവാൻ തീരുമാനിച്ചപ്പോൾ എൻ്റെ വൈഫിന്റെ അങ്കിളാണ് പാസ്റ്റർ സാമച്ചൻ. അദ്ദേഹത്തോട് പറഞ്ഞു, 1 വർഷത്തേക്ക് ഈ ഏകദേശം ആ സമയത്ത് തന്നെ സഭ തുടങ്ങിയപ്പോൾ തന്നെ 10-60 പേരായി. 1 വർഷത്തേക്കൊന്ന് കൂടുതലുള്ള സഹോദരന്മാരെ ഒന്ന് ലീഡ് ചെയ്യുവാനും പ്രാരംഭ നാളുകളിൽ ആ ശുശ്രൂഷ ഒന്ന് അത് എല്ലാവർക്കും ഒരു ഗൈഡൻസ് നൽകുവാൻ വേണ്ടി, മീൻസ് ഞായറാഴ്ച സഭായോഗത്തിൽ സന്ദേശം നൽകുക, തിരുമേശ ശുശ്രൂഷ നൽകുക, സ്നാനങ്ങൾ നടത്തുക. ആദ്യത്തെ 1 വർഷം ഒന്ന് വന്ന് കാര്യങ്ങളൊന്ന് ലീഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ഇതുവരെ തിരിച്ചു പോകാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാനിപ്പോഴും പാസ്റ്റർ ഇൻ ചാർജാണ്. 17 വർഷമായി
ഇവിടെ തുടരുകയാണ്. എന്നോട് കൂടെ ഞാൻ അവരെ സഹശുശ്രൂഷന്മാരെന്ന് പറയത്തില്ല, എന്നോട് കൂടെയുള്ള പാസ്റ്റേഴ്സ് ഡോക്ടർ പി ടി സുബ്രഹ്മണ്യമുണ്ട്. ഞാനും അദ്ദേഹം ഒന്നിച്ച് മുടക്കാലയിൽ ബി.ഡി ചെയ്ത ആളാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട വലിയ ബൈബിൾ സെമിനാരിയിലെ സീനിയർ ഫാക്കൽറ്റിയാണ് അദ്ദേഹം. MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റിലീജിയനിൽ ഡോക്ടറേറ്റ് എടുത്ത ആളാണ്. അപ്പോൾ തന്നെ ഫുള്ളർ തിയോളജിക്കൽ സെമിനാരിയുടെ പോസ്റ്റ് റിസർച്ച് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ദേവദാസ് എന്നോട് കൂടെ തന്നെ ശുശ്രൂഷയിൽ പാസ്റ്ററാണ്. മറ്റൊരു പാസ്റ്ററാണ് പാസ്റ്റർ സക്കറിയ വർഗീസ്, എന്നോടുകൂടെ ഇവിടെ ശുശ്രൂഷയിൽ അസോസിയേറ്റ് ചെയ്യുന്നു. ഇനിയാണ് പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയുടെ വഴിത്തിരിവ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, തുവിയൂർ സഭ എനിക്ക് ഒത്തിരി എൻ്റെ ആത്മീയ വളർച്ചയിൽ എന്നെ സഹായിച്ച ഒരു എന്താണ് പറയുന്നത്, ഒരു ശുശ്രൂഷ കേന്ദ്രമാണ്. ഇന്ന് നിത്യത്തിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ എം വി ചാക്കോ സാറ്, ബഹുമാനപ്പെട്ട കാനമച്ചന്, വാര്യാവലി യോനാച്ചാൻ എല്ലാം നിരന്തരം കടന്നു വരുന്ന ഒരു സഭയായിരുന്നു ഞങ്ങളുടെ സഭ. എല്ലാവർക്കും ഒരു ഷെൽട്ടർ ഹൗസ് ആയിരുന്നു. കാരണം അനേക വിശ്വാസ വീരന്മാരുടെ ഒരു സ്ഥലമാണ് തുവിയൂർ എന്ന് പറയുന്നത്. ഞാനിപ്പോഴും എൻ്റെ മാതൃസഭയിൽ ചിലപ്പോൾ പറയുന്നത് എല്ലാ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരേ ഉള്ളൂ. സാധാരണ വിശ്വാസികൾ പോലും ദാനിയേൽ പ്രവചനം, വെളിപ്പാട് പുസ്തകം കമ്പയർ ചെയ്തുകൊണ്ട് വളരെ നന്നായിട്ട് പഠിപ്പിക്കുന്ന പറയുന്ന അൽമായരുണ്ട്. അവിടെ വരുന്ന സഭാ ശുശ്രൂഷമാർ പോലും പ്രസംഗം നന്നായി പ്രിപ്പയർ ചെയ്തേ അവിടെ പ്രസംഗിക്കാൻ പറ്റത്തുള്ളൂ. പുതിയ നിയമമൊക്കെ വളരെ സ്കോളർലി അക്കാഡമിക് ആയിട്ട്, പാസ്റ്റർമാർക്ക് എന്തെങ്കിലും തെറ്റിയാൽ തെറ്റ് കണ്ടുപിടിക്കുന്ന ഒരു ആലോചന സഭ തന്നെ ഉണ്ട്. അന്നേരം എന്നെ പോലുള്ള ഉള്ളവർക്ക് അത് വളരുവാൻ നല്ല ഒരു പരിശീലന കളരിയായിരുന്നു. കാരണം ഇവിടെ ആ പ്രിയപ്പെട്ടൊക്കെ പറയുന്ന പ്രബോധനങ്ങള് യഥാർത്ഥത്തിൽ വളരെ ഈടുറ്റതാണ്. ഈ ശുശ്രൂഷയിൽ കോമഡി, ഗൗരവം കുറഞ്ഞ വാക്കുകള്, സഹോദരിമാരെ എന്തെങ്കിലും നിസ്സാര വാക്കുകൊണ്ട് അധിക്ഷേപിക്കുക, അയോഗ്യമായിട്ടുള്ള സംസാര ശൈലികള്, ഇന്ന് നമ്മൾ പല സന്ദേശങ്ങളും കേൾക്കുന്ന പോലുള്ള തമാശകള്, യോഗ്യമല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങള്, ഉപദേശത്തിൽ ഒരു കാമ്പും കഴമ്പും ഇല്ലെങ്കിൽ ശുശ്രൂഷയ്ക്ക് ഒരു മൈനസ് മാർക്കാണ് അവിടെ. കാരണം അത്രയും വലിയ ഒരു സമൂഹമാണ് അവിടെ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം സഭയുടെ ഒരു മെറിറ്റ് പറയല്ല. എന്നെ പോലുള്ള ചെറുപ്പക്കാർക്ക് വചനത്തിൽ ഉൾക്കാഴ്ച, നിർമ്മല സത്യം കൊണ്ട് വലിയ അന്തസത്ത, എങ്ങനെ ദൈവദിനം പറയണം, പുതിയ നിയമത്തിന്റെ പ്രസക്തി, നിത്യതയുടെ വെളിപ്പാട്, ഏത് പ്രസംഗം എടുത്താലും യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കാവും എന്നുള്ള നിഷ്കർഷകൾ, പിന്നെ വസ്ത്രധാരണം, വേഷവിധാനം, എങ്ങനെ ഒരു സ്റ്റേജ്, അതിന്റെ പെർഫോമൻസ് ഒക്കെ ചെറിയ പ്രായത്തിൽ തന്നെ പഠിക്കുവാൻ എനിക്ക് നല്ലൊരു സ്ഥലമായിരുന്നു എൻ്റെ മാതൃസഭ. എവിടെ പോയാലും എൻ്റെ സഭയെക്കുറിച്ച് വളരെ അഭിമാനം തോന്നും. എനിക്ക് ആത്മീയ അനുഭവത്തിലേക്ക് വരുവാൻ ഒരു കാരണമുണ്ടായത്, ഞാൻ ആക്ച്വലി ഡിഗ്രി പഠനം എൻ്റെ 94 പൂർത്തീകരിച്ചാണ്.
ഡിഗ്രി പഠനത്തോട് ചേർന്ന് എനിക്ക് ലോയ്ക്ക് NLPക്ക് പോകണമെന്ന അതിയായ ഒരു ആഗ്രഹവും താല്പര്യമുണ്ടായി. അതിനൊരു മറ്റൊരു സാഹചര്യമായിരുന്നു ഡിഗ്രി പഠന കാലയളവിലേക്ക് ഒരു അല്പ റിബൽ കോളേജ് യൂണിയൻ, പ്രാദേശിക രാഷ്ട്രീയം, ക്ലബ്ബ്, നമുക്കറിയാലോ 90ന്റെ പശ്ചാത്തലം. എന്റെ വീട്ടിലെ സാമൂഹിക സ്ഥിതി, സമയമെല്ലാം വളരെ ശക്തമാണെങ്കിലും കോളേജ് പഠനത്തോടു കൂടി ഒരല്പം പിന്മാറ്റം എനിക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്ന്, പിന്മാറ്റം എന്ന് പറയുമ്പോൾ കൂട്ടുകെട്ടുകൾ, രാഷ്ട്രീയ നേതൃത്വങ്ങളുമായിട്ടുള്ള ചങ്ങാത്തം, കോളേജ് യൂണിയൻ ഭാരവാഹിത്വം, കലാ സാംസ്കാരിക സംഘടനയിലെ അംഗത്വം, നിരന്തരമായിട്ടുള്ള ഈ ഗ്രന്ഥശാല, വായനശാല എന്ന് പറയും, അതുമായിട്ടുള്ള ആഭിമുഖ്യമൊക്കെ ആ ഒരു പഴയ പ്രീ ഡിഗ്രിയാണ്. പ്രീ ഡിഗ്രി കഴിയുമ്പോൾ സ്വാഭാവികമായി നമുക്കുണ്ടാകുന്ന ഒരു ഭാവവ്യത്യാസം, ജീവിതത്തിലും വളർച്ചയിലൊക്കെ ഉണ്ടായത് എന്നെയും സ്വാധീനിച്ചു. ഞാൻ തിരുവനന്തപുരത്ത് ലോ അക്കാഡമിയിൽ കേരളത്തിലെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ കോട്ടയിലുള്ള ഒരു സീറ്റ് തരപ്പെടുത്തി അന്നും ഇന്നും ജുഡീഷ്യറിയോടും ഇപ്രകാരമുള്ള ലീഗൽ പ്രൊസീജിയറിനോടൊക്കെ കുറച്ചൊക്കെ ഒരു താല്പര്യം ഉണ്ടായതുകൊണ്ട് തിരുവനന്തപുരത്തൊക്കെ നിന്ന് ഇപ്രകാരം പ്രവർത്തിക്കാമെന്നൊരു ചിന്ത എനിക്കുണ്ടായി. പക്ഷെ എന്തിനും ഒരു ആലോചന ചോദിക്കുന്ന സ്ഥലമാണ് വാര്യാപുരത്തെ ഞങ്ങൾ അപ്പച്ചെന്ന് പറയും, അപ്പച്ചന്റെ വീട്. അതിനുള്ള കാരണം എൻ്റെ അമ്മയുടെ ജ്യേഷ്ഠതയുടെ ഹസ്ബൻഡാണ് കർത്താവിൽ പ്രസിദ്ധനായിരുന്ന വാര്യാപുരം യോനാച്ചാൻ. അന്നേരം ഈ ലോയ്ക്ക് പോകുന്നത് പറഞ്ഞാൽ അവിടെ ആ വീട്ടിൽ കയറി ചെല്ലാൻ പറ്റത്തില്ല. കാരണം 90കളുടെ ആരംഭ 90കളിൽ ഈ ലോ എന്നൊക്കെ പറഞ്ഞാൽ പെന്തക്കോസ്ത് സമൂഹത്തിന് ഏറ്റവും നിഷിദ്ധമാണ്. ഏറ്റവും പിന്മാറ്റക്കാരും സഭ മുടക്കിയവരും കമ്മ്യൂണിസ്റ്റുകാരും റിബലുകളും അങ്ങനെയുള്ള വിമത സ്വഭാവത്തിൽ നിൽക്കുന്നവരാണ് ഈ ലോയോടും ജുഡീഷ്യറിയോടും ഇപ്രകാരമുള്ള പഠനങ്ങളിൽ പോയി അവർക്കൊരു അംഗീകാര സഭയിൽ ഉണ്ടാകത്തില്ല. പ്രാർത്ഥിച്ച് ദേവദാസന്മാർ ലോയ്ക്ക് അയക്കത്തില്ല. കാരണം ഈ വക്കീൽ പണിയും നിയമ സംവിധാനവും കോടതിയൊക്കെ കള്ളവും വ്യാജവും ചേർച്ചയില്ലാത്തതും ആത്മീയ യോഗ്യമല്ലാത്തൊരു സ്ഥലമാണെന്നാണ് അന്നത്തെ നമ്മുടെ ഒരു ചിന്താഗതി. എന്നാൽ ഇന്ന് നമ്മൾ അതിന് പകരം പ്രാർത്ഥിച്ച് നേരെ ലോയ്ക്ക് വിടുക. നമ്മളോട് തന്നെ ബന്ധപ്പെട്ട ഇഷ്ടംപോലെ കേസുകൾ ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. ഇന്ന് കോടതിയുമായിട്ടുള്ള നമ്മുടെ ദൂരം വളരെ കുറഞ്ഞിരിക്കുകയാണ്. ഇന്ന് ഞാൻ പല പ്രസ്ഥാനങ്ങളെയും അതിന്റെ പോർട്ട്ഫോളിയോ നോക്കിയപ്പോൾ പീസ് ആൻഡ് ജസ്റ്റിസ് ബോർഡ്, ജുഡീഷ്യൽ ആക്ടിവിറ്റി ബോർഡ്, ലോ ആൻഡ് ഓർഡറിന്റെ പീസ് കമ്മിറ്റി ബോർഡ് എല്ലാം അഡ്വക്കേറ്റ്സിനെ കൊണ്ട് കുത്തി നിറച്ചേക്കും. ഞാൻ ആ ഭാഗം ഇവിടേക്കാണ് ഞാനത് ഒരു തമാശ പോലെ വർദ്ധനയുള്ളൂ. അങ്ങനെയാണ് 95-ൽ MA പോയി ഇത് ഡ്രോപ്പ് ഔട്ട് ചെയ്തു. നിങ്ങൾക്കറിയാലോ, കാര്യവട്ടം യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ അടിച്ചു പൊളിക്കാൻ വേണ്ടി വരുന്ന സ്ഥലമാണത്. ഞാൻ അവിടെ ചെന്ന് എത്തപ്പെട്ടു. പക്ഷെ അപ്പോഴാണ് ഇതേ വാര്യാപുരം അപ്പച്ചന്തനാണ് എന്നെ മുളക്കലേക്ക് പറഞ്ഞു വിടുന്നത്. അതിനൊക്കെ മറ്റു ചില കാരണങ്ങളുണ്ട്. ഞാൻ ഒറ്റ വാക്കിൽ അത് അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, വീടിന്റെ പശ്ചാത്തലം.
വീടിന്റെ കാര്യങ്ങളുടെ ക്രമം പിതാവ് അസാമിൽ തന്നെയാണ്. അന്നേരം ആത്മീയ അനുഭവങ്ങളിൽ അത്രയും വേണ്ട രീതിയിൽ പോകുവാൻ പിന്നത്തേതിൽ പിതാവിന് കഴിഞ്ഞില്ല. ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഒത്തിരി മാനസികമായ സംഘർഷങ്ങൾ എന്നെയും ബാധിച്ചു. എൻ്റെ പിതാവ് ഈ സുവിശേഷ വേലയിൽ ഒരു പൂർണ്ണസമയ സുവിശേഷനാകേണ്ടതായിരുന്നു. തൻ്റെ മാതാവ് എൻ്റെ പിതാവിനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പ്രതിഷ്ഠിച്ചതാണ്, സമർപ്പിച്ചതാണ്. പക്ഷേ പിതാവിന്റെ മൂത്ത സഹോദരങ്ങൾ പലരും ജനനത്തിൽ തന്നെ അല്ലെങ്കിൽ മരിച്ചുപോയി. അതിനുശേഷം ഉണ്ടായ പിതാവിനെ ആൺപൈതലിനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. അവര് ഇവിടെ വീവരം മേൽപ്പാടങ്കാരാണ്. ഉമ്മച്ചി തന്നെ സ്നാനപ്പെടുത്തിയത് കേവ്ര സാറാണ്. പക്ഷേ എൻ്റെ പിതാവ് 1968-ലോ 67-ലോ SSLC പാസ്സായി, ഫസ്റ്റ് ചാൻസിൽ. കാരണം ആ സമയത്ത് 66, 67 SSLC പാസ്സാകുവാൻ കഠിന പരിശ്രമമാണ്. പക്ഷെ SSLC പാസ്സായപ്പോൾ തീരുമാനങ്ങൾ മാറി. പിന്നെ ഇളയ ഒത്തിരി സഹോദരങ്ങളും സഹോദരിമാരും ഉണ്ട്. അന്ന് പട്ടാളത്തിൽ പോകുന്നുള്ളതാണ് ഏറ്റവും വലിയ ഫാൻസി. അങ്ങനെ ജോലിക്ക് വേണ്ടി പോയി. അതൊരു മറ്റൊരു ജീവിതയാത്രയിലേക്ക് എത്തിച്ചേർന്നു. അവസാനം പിതാവ് എടുക്കേണ്ട ആ വേദപുസ്തകം ഞാൻ എടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് പറഞ്ഞതിന്റെ സാരം. അങ്ങനെ എനിക്ക് 95 മുതൽ തീർത്തും ഒരു ആത്മീയ അനുഭവത്തിലേക്കുള്ള ഡയറക്ഷൻ വെളിപ്പെട്ട് വന്നു. ശുശ്രൂഷമാരുമായിട്ടുള്ള സഹകരണം, ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ഒരു താല്പര്യം, ഇതൊക്കെ എന്നെ ഒത്തിരി സ്വാധീനിച്ചു. അങ്ങനെ കർത്താവിന്റെ വേലയിൽ ആ സമയം മുതൽ ഞാൻ പങ്കാളിയായി. 98-ലാണ് റെയ്നാഡ് ബോങ്കെ ആദ്യമായിട്ട് കേരളത്തിൽ വരുന്നത്. അന്ന് ആ ക്രൂസൈഡിൽ വളരെ സജീവമായി, പ്രായം വളരെ കുറവാണെങ്കിലും മുൻനിരയിൽ തന്നെ പ്രവർത്തിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. ബോങ്കെ പ്രാർത്ഥിക്കേണ്ട വീൽ ചെയറിൽ ഇരിക്കുന്നവർക്കും സ്ട്രക്ചറെ കിടത്തിയിരിക്കുന്നവർക്കും ക്രച്ചസിൽ വരുന്ന രോഗികളെയും അംഗവൈകല്യം ഉള്ളവർക്ക് വേണ്ടിയൊക്കെ അന്ന്, കാരണം അവരൊക്കെ സൗഖ്യമാകുവാൻ താല്പര്യപ്പെട്ട് ഇങ്ങനെ വളരെ പ്രതീക്ഷയോടിരിക്കുന്നു. ഇനി ക്രൂസൈഡ് തീരുവാൻ 1-2 ദിവസങ്ങളേ ഉള്ളൂ. അന്ന് ക്രൂസൈഡിന്റെ ഉച്ച കഴിഞ്ഞ് ഒരു വലിയ മഴ പെയ്തു. കലൂർ സ്റ്റേഡിയത്തിൽ 100 കണക്കിന് രോഗികൾ ഇരിക്കുകയാണ്. ഞാൻ ആരുടെ പേര് പറയുന്നില്ല. വൈകിട്ട് വലിയ മഹായോഗമാണ്. ഈ രോഗികളെ കണ്ട് മനസ്സലിഞ്ഞു എന്ന് പറയുന്ന പോലെ ഞങ്ങൾ പോലെ ചില ചെറിയ സഹോദരന്മാരായിട്ടുള്ള ചെറുപ്പക്കാര്, അവരൊക്കെ ശക്തന്മാരായ സുവിശേഷകരാണ്. ഒരു സൈഡിൽ നിന്ന് ചെറുതായിട്ട് പ്രാർത്ഥന തുടങ്ങിയതാണ്. ആ പ്രാർത്ഥന എല്ലാ രോഗികളെയും കൈവച്ച് പ്രാർത്ഥിക്കുവാനും അവരുടെ വിടുതലിന് വേണ്ടി അവർ ശരീരത്തെ തൊട്ട് പ്രാർത്ഥിച്ച് എന്നോട് കൂടെയുള്ള പലരും അവരെ എഴുന്നേൽപ്പിച്ചു. വിശ്വാസത്തിന്റെ ഒരു സ്പർശനം. കാരണം നമ്മളല്ലല്ലോ സൗഖ്യമാക്കുന്നത്, സൗഖ്യമാക്കുന്ന കർത്താവാണ്. നമുക്ക് നൽകിയ പ്രമാണം നിങ്ങൾ രോഗിയുടെ മേൽ കൈവെക്കുക. സൗഖ്യം വരുത്തുന്നത് കർത്താവാണ്. ഞങ്ങൾ യേശുവിന്റെ നാമം ഉപയോഗിച്ചു. ദൈവജനത്തിന് ശക്തി ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ബലഹീനമായ കൈകാലുകൾക്ക് കർത്താവ് ബലം നൽകി. പല സഹോദരങ്ങളും എഴുന്നേറ്റു. പക്ഷെ റെയ്നാഡ് ബോങ്കെ തന്നെ അവർക്ക് വേണ്ടി വീണ്ടും സമാപന പ്രാർത്ഥനയൊക്കെ നടത്തുവാൻ ഇടയായി തീർന്നു.
എന്നാലും ഒരു സൗഖ്യത്തിന്റെ പ്രാരംഭ ഘട്ടത്തിൽ പ്രകാരം ശുശ്രൂഷയിൽ ഒന്ന് സഹായിയായി തീരുവാൻ, എളിവന് ഇടയായി തീർന്നു. അന്ന് മുതലേ ഇങ്ങനെ ഈ ആത്മീയ ഉണർവ്, വിടുതൽ ശുശ്രൂഷ, അപ്പോസ്തലിക ഉണർവ്, പ്രവാചക അഭിഷേകം, ഇതൊക്കെ എന്റെ മനസ്സിൽ കിടക്കുന്ന ഒരു ആശയമാണ്. എന്റെ അസോസിയേഷൻ അങ്ങനെയുള്ള ഒരുപാടാണ്. ഒരിക്കലും ഈ നെഗറ്റീവ് പറയുന്നവര്, ക്രിറ്റിസൈസ് ചെയ്യുന്നവര്, ജഡ്ജ് ചെയ്യുന്നവര്, മറ്റുള്ള ശുശ്രൂഷകളെ ഈഴ്ത്തി കാണിക്കുന്നവര്, ശുശ്രൂഷയുടെ ആത്മീയ മഹത്വത്തെ വിമർശിക്കുന്നവര്, അത് എഴുതി പ്രസിദ്ധീകരിക്കുന്നവര്, ഇങ്ങനെയുള്ള കൂട്ടത്തിലൊന്നും ഞാൻ സംഘം ചേരാൻ പോകുകയില്ല. കാരണം ഇതിന്റെ ശരി ഏതാണ്, തെറ്റേതാണ്, ഇതിന്റെ ന്യായകർത്താവ് ഒരിക്കലും ഞാനല്ല. ജഡ്ജ്മെന്റ് സീറ്റിൽ എന്നെ കർത്താവ് ഇരുത്തിയിട്ടില്ല. നമുക്ക് അനുകൂലമല്ലാത്ത എല്ലാവരും പ്രതികൂലമല്ല. യോഹന്നാൻ യേശുവിനോട് പറഞ്ഞു, അവനെ വിലക്കെടുമെന്ന് പറഞ്ഞപ്പോഴും കർത്താവ് പറഞ്ഞു, അല്ല, അവൻ ദൈവരാജ്യത്തിന് അകന്നവനല്ല. ചെയ്യട്ടെ, ഭൂതങ്ങളെ പുറത്താക്കിയല്ലേ, ചെയ്യട്ടെ. പ്രിയമുള്ളവരെ, കേരളത്തിൽ ഉണ്ടായ ചില ട്രെൻഡ് മേക്കിംഗ് അല്ലെങ്കിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടായി. അത് സംഭവിച്ചത് 97-ലോ 98-ലോ ഒക്കെയാണ്. ഒരു ആത്മീയ മുന്നേറ്റങ്ങളുടെ അടുത്തൊരു പ്രകാശനമോ ആത്മതലങ്ങളോ ആത്മീയ മേഖലകളോ അല്ലെങ്കിൽ പുതിയ വെളിപ്പാട് ഞാൻ പറയത്തില്ല. പുതിയ വെളിപ്പാടൊന്നും ഇല്ല. നമുക്ക് പുതിയതായിട്ട് കിട്ടിയപ്പോൾ നമുക്കത് പുതിയതായതേ ഉള്ളൂ. വെളിപ്പാടെല്ലാം പഴയതാണ്, നമുക്ക് വെളിപ്പെട്ട് കിട്ടിയില്ലെന്നേ ഉള്ളൂ. ഇപ്രകാരമുള്ള ദൈവിക പദ്ധതികളെ കുറിച്ച് അല്ലെങ്കിൽ ഈ 90-92 മുതലൊക്കെ ഇങ്ങനെയുള്ള പ്രേയറുകൾക്ക് ഞാൻ ഇനിഷ്യേറ്റീവ് ആയിരുന്നു. അങ്ങനെയാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു പ്രെയർ ഗൈഡ് ഞാനാണെന്ന് ഞാൻ അവകാശപ്പെടുകയല്ല. മറ്റാരെങ്കിലും ആണെങ്കിൽ ദയവായി ക്ഷമിക്കണം. ദൈവരാജ്യം ഇന്ത്യയിൽ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന പുസ്തകം, 2000 ഇങ്ങനെ പ്രാർത്ഥന പുസ്തകങ്ങളില്ല. അങ്ങനെ എഴുതി പ്രസിദ്ധീകരിച്ചു. അത് 2000 ശേഷമാണ്. അതിനുശേഷം നിങ്ങൾ പലരും കേട്ടിട്ടുള്ളതുപോലെ ടെന്റ് മീറ്റിങ്ങുകളിൽ എന്നാൽ ക്രൂസൈഡ് ആണോ അതല്ല, വലിയ കൺവെൻഷൻ ആണോ അതല്ല, എന്നാൽ ഉപവാസ പ്രാർത്ഥനയാണോ അതല്ല, എന്നാൽ വീട്ടുമുറ്റത്തെ കൺവെൻഷൻ ആണോ അതുമല്ല. ടെന്റ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ കിട്ടിയ ഒരു വാക്യം, വീണുപോയ ദാവീദിന്റെ കൂടാരം, ഈ കൂടാരത്തിൽ ദൈവം വീണ്ടും പുതുക്കുമെന്ന് പുനഃസ്ഥാപിക്കും. ദാവീദിന്റെ കൂടാരം സ്തുതിയുടെയും ആരാധനയുടെയും ദൈവമഹത്വത്തിന്റെയും കൂടാരമാണ്. അതൊരു ഇടയക്കൂടാരമാണ്. അങ്ങനെയൊക്കെയുള്ള ചില നിയോഗങ്ങൾ കർത്താവ് ഞങ്ങൾക്ക് നൽകി. മധ്യ തിരുവാങ്കൂർ പല സ്ഥലത്ത് പോയി ഇപ്രകാരമുള്ള ശുശ്രൂഷകൾ ചെയ്യുവാനിടയായി തീർന്നു. ആ ശുശ്രൂഷകളിൽ പ്രിയ സഹോദരങ്ങളെ ആത്മപകർച്ചകൾ ഉണ്ടായി. അന്നും ഇന്നും കരം വെക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുക മാത്രമല്ല, അഭിഷേകത്തിലേക്ക് ജനത്തെ നയിക്കുന്ന, കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം ആത്മനിർമ്മലേക്കും ആത്മ അഭിഷേകത്തിലേക്കും
അവിടുന്ന് പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളിലേക്ക് നയിക്കപ്പെടുന്ന ഒരു ശുശ്രൂഷയ്ക്കാണ് കർത്താവ് എന്നിലൊരു ആത്മനിർണയം എന്ന് പറയാം. എപ്പോഴും ശുശ്രൂഷയിൽ ഏത് ചെറിയ മീറ്റിങ്ങിൽ പോലും അതിനുവേണ്ടിയുള്ള പ്രാർത്ഥിക്കുക, അതിനുവേണ്ടി ജനത്തെ ഒരുക്കുക, അതിനുവേണ്ടിയുള്ള ദൂതുകൾ കൊടുക്കുക. നിശ്ചയമായും ഞാൻ അവിടുന്ന് പോയതിനു ശേഷം ഒരു കൂട്ടത്തിൽ ഒരു ഉണർവുണ്ടാകും. പല സ്ഥലങ്ങളിൽ രാത്രികാല നൈറ്റ് പ്രേയറുകൾ വളരെ ഒരു ആത്മീയ ഉണർവിന് തന്നെ പല സ്ഥലത്തും കാരണമായി തീർന്നു. ഞങ്ങളെ രാത്രി പ്രാർത്ഥനയ്ക്ക് വേണ്ടി പലരും വിളിക്കുമായിരുന്നു. പലരും അത് നിമിത്തം കർത്താവ് വേലയ്ക്ക് വേണ്ടി വരുവാൻ സാവാച്ച് വരിക. ഞാൻ വേഗത്തിൽ പറയുകയാണ്, ഞാൻ പോയ എല്ലാ സ്ഥലങ്ങളിലും മുളക്കടയിൽ പഠിക്കുകയല്ലേ, മുളക്കടയിൽ അവിടെ ലീഡർഷിപ്പിന്റെ കൂടെ നിൽക്കുമ്പോൾ തന്നെ അവിടുത്തെ ചാപ്പലിൽ ശുശ്രൂഷിക്കുക, നല്ല ആത്മീയ ഉണർവുള്ള ദൈവത്തിന്മാരെ കൊണ്ടുവന്ന് അവിടെ പരിചയപ്പെടുത്തുക. മഴക്കാലം വന്നപ്പോഴും മഴക്കാലയിലെ ഒരു സാഹചര്യം അറിയാം. സറാംപൂറിന്റെ സിലബസ് ആണ്. വളരെ MTS ലെവലിലുള്ള നന്നായി പഠിക്കുന്ന, അക്കാഡമിക്കായിട്ട് നന്നായി ബിരുദവും ഉള്ള സുശിക്ഷകരെ മാത്രം വാർത്തെടുക്കുന്ന സ്ഥലമാണ്. സ്പിരിച്വാലിറ്റിക്ക് അവിടെ പ്രാധാന്യം ഒട്ടും കുറവില്ല. എന്നാൽ പോലും അവിടെ ഉപവാസവും പ്രാർത്ഥനയും ശുശ്രൂഷകളും പ്രവചനവും കൃപാവരങ്ങളും ഒക്കെ അതിനുവേണ്ടി അങ്ങ് നിന്നു. പക്ഷെ കർത്താവ് എന്നെ സഹായിച്ചു. പഠനത്തിലും മികവ് പുലർത്തുവാൻ എനിക്ക് ഇവിടെ ഇടയായി തീർന്നു. 2002 മുതൽ ഞാൻ പറഞ്ഞല്ലോ പല സ്ഥലങ്ങളിലും പ്രയർ സെൽ. അന്ന് വരെ 2002 എൻ്റെ ഒരു ഷിഫ്റ്റ് ഞാൻ പറയാം. 2002 സമയത്തും 2003 സമയത്തും ഹൗസ് ഓഫ് പ്രയർ എന്ന് പറയുന്ന ഒരാശയം സത്യം പറഞ്ഞാൽ പലരും കേട്ടിട്ട് പോലും ഇല്ല. ഇന്നേക്ക് 23 വർഷം മുമ്പാണ് ഹൗസ് ഓഫ് പ്രയർ. എന്താണ്? ഹൗസ് ചർച്ചസ് അല്ല, വീടുകളിലെ പ്രാർത്ഥന കൂട്ടായ്മ അപ്പനും അമ്മയും മക്കളും ഇരുന്ന് പ്രാർത്ഥിക്കുന്നതല്ല. പ്രകാരമുള്ള ക്ലസ്റ്ററുകൾ, 2-3 വീടുകൾ ചേർന്ന് വചന പഠനത്തിനും ഷെയറിങ്ങിനും ഒരു ഫെലോഷിപ്പിനും വേണ്ടി വന്നുകൂടും. പുതിയ സഭയല്ല, പാസ്റ്റർ വേണ്ട, മറ്റ് ലീഡർഷിപ്പ് വേണ്ട, നടത്താൻ പ്രത്യേകിച്ച് ആള് ഗസ്റ്റായിട്ട് വിളിക്കണ്ട. പക്ഷെ എന്നാൽ പോലും പ്രാർത്ഥിക്കാൻ വേണ്ടി ഞങ്ങൾ അവർക്ക് പ്രയർ മാറ്റേഴ്സ് കൊടുക്കും. അതിനും അപ്പോഴത്തേന് ഇന്ത്യയെ കുറിച്ചുള്ള 2004 ആയപ്പോഴത്തേന് ഇന്ത്യയിൽ അപ്രകാരമുള്ള പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ശക്തിപ്പെട്ടു. കാരണം 99-2004 അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യ ഭരിച്ചത്. 2004 3 മുതൽ അവർ സ്ലോഗൻ തുടങ്ങി, ഷൈനിങ് ഇന്ത്യ. പ്രമോദ് മഹാജൻ, ഇന്ത്യ ഷൈനിങ്, ഡിജിറ്റൽ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്നേ വലിയ സ്ലോഗൻ തുടങ്ങി. തുടർ ഭരണം. അന്ന് ദേശവ്യാപകമായിട്ടുള്ള ഓൺലൈൻ പ്രേയറുകൾ, അത് ഹൗസ് ഓഫ് പ്രേയർ ശക്തിപ്പെടുത്തുവാൻ കാരണം ഞങ്ങളുടെ ആ ഒരു പ്രാർത്ഥന ഇനിഷ്യേറ്റീവായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ നിങ്ങൾ എപ്പോഴും കേൾക്കുന്ന പോലുള്ള പ്രയർ ജേണി, പ്രാർത്ഥന യാത്രകൾ. ആ സമയത്തൊക്കെ കേരളത്തിലെ സഭയ്ക്ക് അത് കേട്ടുകേൾവി പോലും ഇല്ല. പല സഭകളുടെയും ആസ്ഥാനങ്ങളിൽ പോയി പ്രാർത്ഥിക്കാൻ ചോദിച്ചപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ടീം വന്ന് പ്രാർത്ഥിക്കാന്ന് പറയുമ്പോൾ പരിചിതമല്ല. നേരത്തെ കേരളത്തിൽ അങ്ങനെ വന്ന് പ്രാർത്ഥിക്കുന്ന ക്യാപ്റ്റൻ ഷാമൂൽ വന്ന് നോർത്ത് ഇന്ത്യയിൽ വന്ന് ടീമായിട്ട് വന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷെ ജേക്കബ് ജോൺ ടീമായിട്ട് വന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്നവർ വന്ന്
സഭാസ്ഥാനങ്ങളൊക്കെ സന്ദർശിച്ച് പ്രാർത്ഥന നടത്തി പോകും. എന്നാൽ അതിനുശേഷം ഇൻഡിപെൻഡന്റ് ചർച്ചിന് കൂടുതൽ ഒരു ആഭിമുഖ്യം പ്രെയർ മൂവ്മെന്റിലും മിഷൻസിലും ഇവാഞ്ചലിസ്റ്റിക്കൽ ഔട്ട്റീച്ചിലൊക്കെ ഇൻഡിപെൻഡന്റ് സഭയുടെ കയ്യിലേക്ക് കടിഞ്ഞാണുകൾ വന്നു. മുഖ്യധാര സഭകളുമായി ചേർന്ന് പ്രവർത്തിക്കുവാൻ അന്നും ഇന്നും എൻ്റെ ആശയം, എനിക്ക് ഓൾഡ് ജനറേഷനോ ന്യൂ ജനറേഷനോ എനിക്ക് വ്യത്യാസമില്ല, റീജനറേഷൻ എന്നേ ഉള്ളൂ. ഓൾഡ് ന്യൂ എന്നൊന്നും നമ്മൾ എല്ലാവർക്കും ഒരേ ബൈബിള്, ഒരേ ക്രിസ്തു, ഒരേ ആത്മാവ്, ഒരു നിത്യത, ഇത് മാത്രമേ ഉള്ളൂ. നമ്മൾ അതിനകത്ത് ഈ അതിർവരുമ്പുകളോ വേലിയിട്ട് വറക്കുകയോ മതിൽക്കെട്ടിനൊന്നും ആവശ്യം, എല്ലാവരോടും സഹകരിക്കാൻ കഴിവുള്ള എല്ലാവരോടും നമ്മൾ എന്ത് ചെയ്യാണ്? സഹകരിക്കുക. എല്ലാവരുടെ ആശയമായിട്ടും എല്ലാവരുടെ താല്പര്യങ്ങളുമായിട്ടൊക്കെ നമുക്ക് യോജിക്കുവാനോ ഇഷ്ടപ്പെടുവാനോ ചേർന്ന് പോകാനോ കഴിയത്തില്ല. പക്ഷെ എന്നാൽ പോലും എനിക്ക് നിങ്ങളുമായി ചേർന്ന് പോകാൻ കഴിയുന്ന ഏതെങ്കിലുമൊക്കെ മേഖല കാണാം. ചേർന്ന് പോകാൻ കഴിയുന്ന മേഖലകളിൽ ചേർന്ന് പോവുക. നമുക്ക് താല്പര്യം കുറഞ്ഞ അല്ലെങ്കിൽ ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലീസ്റ്റ് വാല്യൂ ആ മേഖലകളിൽ നമ്മൾ യോജിക്കാതിരിക്കുക. അതിൻ്റെ അർത്ഥം അവിടെ ഇടർച്ചയ്ക്കോ പിന്തുണയ്ക്കോ വിമർശനത്തിനോ കുറ്റപ്പെടുത്താനോ ഒന്നും അവിടെ സാഹചര്യമില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, ആര് കുത്തിയാലും അരി വെളുത്താൽ മതി. എൻ്റെ പ്രയോറിറ്റി എപ്പോഴും ആത്മാക്കൾ മാത്രമാണ്. കർത്താവിന്റെ ഹൃദയത്തുടുപ്പുകളും സോൾസ്, ആത്മാക്കൾ. അതുകൊണ്ട് പൗലോസിന്റെ ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ അർത്ഥവാക്യമായിട്ട് എടുത്തിരിക്കുന്നത്. പൗലോസ് റോമാലേഖനം 15-ാം അധ്യായത്തിൽ പറയുന്നത്, നോ പ്ലേസ് ലെഫ്റ്റ്. ഇനി എനിക്ക് സുവിശേഷം പറയാൻ സ്ഥലമില്ല, ഈ ദിക്കുകളൊന്നും സ്ഥലമില്ല, എല്ലായിടത്തും ഞാൻ സുവിശേഷം കൊണ്ട് നിറച്ചു കഴിഞ്ഞു. നോ പ്ലേസ് ലെഫ്റ്റ്. ഈ ദിക്കുകളൊന്നും ഇനി സുവിശേഷം പറയാനുള്ള ഒരു സ്ഥലവും ഇല്ല. കാരണം അത് പറയാനുള്ള കാരണം 20:20 അവിടെ താൻ പരസ്യമായും വീട് തോറും എല്ലായിടത്തും എല്ലാവരോടും എല്ലായ്പ്പോഴും കർത്താവിന് സാക്ഷ്യം വഹിപ്പാൻ തയ്യാറായ ഒരു അപ്പോസ്തലനാണ്. റോമാലേഖനം 15-ാം അധ്യായത്തിൽ പറയുന്നത് നോ പ്ലേസ് ലെഫ്റ്റ്. 2 പത്രോസ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ പത്രോസ് പറയുന്നത് നോ പേഴ്സൺ ലെഫ്റ്റ്. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? എല്ലാവരും രക്ഷിക്കപ്പെടുവാൻ, ആരും നശിച്ചു പോകാതെ. നോ പേഴ്സൺ ലെഫ്റ്റ്. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ പറയുന്നത് നോ ലാംഗ്വേജ് ലെഫ്റ്റ്, നോ പീപ്പിൾ ഗ്രൂപ്പ്സ് ലെഫ്റ്റ്. അവിടെ സർവ്വജാതി, സർവഭാഷയും സർവവംശവും സർവഗോത്രവും എല്ലാവരും കുഞ്ഞാടിന്റെ മുമ്പിലുണ്ട്. ഒരു അപ്രകാരം ഒരു വിഷനാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. എനിക്ക് അതിനോട് കൂടുതൽ ഒരു ഉൾക്കാഴ്ചയുണ്ട്. അങ്ങനെ 2012 മുതൽ എംപവർ മിഷൻ ഇന്ത്യ എന്ന ഒരു മിഷൻ നെറ്റ്വർക്ക്, സംഘടനയല്ല, ഓർഗനൈസേഷൻ അല്ല, ഞാൻ എൻ്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ ഒന്നുമല്ല. ഇന്ത്യയിലെ വിവിധ മിഷൻ ഗ്രൂപ്പുകളെ അതിനോട് കൂടെ ചേർന്ന് അവരോട് കൂടെ ചേർന്ന് ഞങ്ങൾക്ക് ചർച്ച് പ്ലാന്റിംഗ് ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ ചർച്ചകളല്ല. നിങ്ങൾ ചോദിക്കാതെ എന്താ ചെയ്യുന്നത്? ഉദാഹരണം, ഇപ്പൊ ഡാനിയൽ ജോൺ പാസ്റ്റർ, വേറെ ആരുടെയും പേര് പറയുന്നില്ല, ഡാനിയൽ ജോൺ പാസ്റ്റർ പറയുക, ഗുജറാത്തിൽ അദ്ദേഹം പ്രവർത്തിക്കുന്ന സ്ഥലത്ത് ഒരു പുതിയ പ്രവർത്തനത്തിന് ഒരു സ്കോപ്പ് ഉണ്ട്, അവിടെ ചർച്ചില്ല, അവിടെ ഒരു മിഷണറി നമുക്ക് അയക്കണം, ഇത്രയും ഒരു പൈനറിങ്ങിന് വേണ്ടി
ചർച്ച് പ്ലാന്റിങ്ങിന് വേണ്ടി ഇങ്ങനൊരു സാഹചര്യം വേണം, നമുക്കൊരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാകണം, അതിനുവേണ്ടി എന്തെങ്കിലും ഒരു പ്രാരംഭ ഘട്ടത്തിൽ ഒരു സഹായം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു അസംബ്ലീസ് ഓഫ് ആകട്ടെ, IPC ആകട്ടെ, ഫെലോഷിപ്പ് ആകട്ടെ, ബൈബിൾ ചർച്ച് ആകട്ടെ, ആരും ആകട്ടെ, അവർക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ഒരു വർഷത്തെ എക്സ്പെൻസ് മുഖ്യ പങ്കും ഞങ്ങൾ വഹിക്കും. ആ സഭ ആരും എടുത്തോട്ടെ. ഇനി അവിടെ പോകുന്ന സുവിശേഷൻ ആരുടെ കയ്യിൽ നിന്ന് സപ്പോർട്ട് മേടിച്ചോട്ടെ. പക്ഷെ അദ്ദേഹം അവിടെ ഫീൽഡിൽ ശക്തമായി നിൽക്കുവാൻ ഞങ്ങളോട് ഒരു ചെറിയ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ സപ്പോർട്ട് ചെയ്ത് 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 ഇപ്പോൾ എംപവർ മിഷന്റെ കൂടെ നിൽക്കുന്ന 10-44 സുവിശേഷകർ, ഇവരെല്ലാം 2, 3, 4 ചർച്ചിന്റെ സുവിശേഷകരാണ്. ഈ 44 സ്ഥലത്തും എംപവർ മിഷൻ ഇന്ത്യ ഒരു ബോർഡും വെച്ചിട്ടില്ല. കാരണം വെക്കേണ്ട കാര്യമില്ല. ഇതാണ് മിഷന്റെ ഒരു സ്ട്രാറ്റജി. എംപവർ മിഷൻ അങ്ങനെ 2012 പതുക്കെ തുടങ്ങി. 2015 ആയപ്പോഴത്തേക്കിന് ബൈബിൾ ട്രാൻസ്ലേഷനിലേക്ക് പല സ്ഥലങ്ങളും ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഏജൻസികൾക്ക് ഫണ്ട് ചെയ്യാൻ തീരുമാനിച്ചു. കാരണം അവരവരുടെ സ്വന്തം ഭാഷയിൽ എന്ത് വേണം? ബൈബിൾ വേണം. അങ്ങനെ വളരെ ജെനുവിനായിട്ടുള്ള, ഇതെല്ലാം മണക്കാലയിൽ നിന്നാണ് എനിക്ക് കിട്ടിയ ട്രെയിനിങ്, ഓറിയന്റേഷൻ. മണക്കാലയിൽ നിന്ന് ധാരാളം പ്രിയമുള്ളവർ ബൈബിൾ ട്രാൻസ്ലേഷൻ പോയിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിൽ ഫണ്ട് ചെയ്യുവാൻ ദൈവാവസ്ഥയിൽ ഒരുക്കി. നിങ്ങൾക്കറിയാം, ബൈബിൾ ട്രാൻസ്ലേഷൻ ധാരാളം ഫണ്ട് ആവശ്യമാണ്. പിന്നത്തേതിൽ ചർച്ച് പ്ലാന്റിംഗ് മൂവ്മെന്റുകൾ വന്നു. അങ്ങനെയാണ് ഗുജറാത്ത് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഫെലോഷിപ്പ് ചർച്ച് ഓഫ് ഇന്ത്യ, നേരത്തെ അതിന്റെ പേര് ആണ് ഞാൻ പറഞ്ഞത്, ഫെലോഷിപ്പ് ചർച്ച് ആശ്രമം ചർച്ച് ഓഫ് ഇന്ത്യ, ഇപ്പോൾ അതിനെ മസീ മണ്ഡൽ എന്ന് പറയും. എന്റെ കസിനായിരിക്കുന്ന അല്ലെങ്കിൽ ജ്യേഷ്ഠ സഹോദരനായിരിക്കുന്ന റവറൻ സജി മാത്യു, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ 2015 മുതൽ തന്നെ ഉണ്ട്. സഭകളെ ചുരുങ്ങിയ സഭകളെ സഹായിക്കുവാൻ ഞങ്ങൾക്ക് ഇടയായി തീർന്നു. അത് ചെറുതായി തുടങ്ങി കുറച്ചേറെ സഭകളെ സഹായിക്കുവാനുള്ള അവസരം ലഭിച്ചു. അങ്ങനെ ആ പ്രസ്ഥാനത്തോട് ചേർന്ന് ഇപ്പോൾ ഈ എംപവർ മിഷന്റെയും ഒരു പക്ഷിക്ക് 2 ചിറകുള്ളതുപോലെ, ഒരു നാണയത്തിന് 2 വശമുള്ളതുപോലെ, ഞാൻ എംപവർ മിഷനാണോ മസീ മണ്ഡലാണോ എന്ന് ചോദിച്ചാല് രണ്ടിലും ഉണ്ട്. അങ്ങനെ പ്രിയ സജി പാസ്റ്റർ എനിക്ക് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളുടെ ചുമതല, അവിടുത്തെ ട്രെയിനിങ്ങുകൾ, ലീഡർഷിപ്പ് സെമിനാറുകൾ, പാസ്റ്റേഴ്സിന്റെ വർക്ക്ഷോപ്പ്, പുതിയ സഭകളുടെ ചുമതലകൾ ഇപ്പോൾ ആസാം കേന്ദ്രീകരിച്ച് മേഘാലയ, മണിപ്പൂര്, ത്രിപുര, അരുണാചല്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാള്, ഈ എല്ലാ മേഖലകളൂടെ ചേർത്ത് സിലിഗുഡിയിൽ അവിടെ ഒരു പ്രധാനപ്പെട്ട മിഷൻ സെന്റർ ആരംഭിച്ച് ഞാൻ ഈ തിങ്കളാഴ്ച സിലിഗുഡിക്ക് പോവുകയാണ്. അവിടുന്ന് ബംഗ്ലാദേശിലേക്കും ഭൂട്ടാനിലേക്കും നേപ്പാളിലേക്കും ഒക്കെ ഒത്തിരി ആക്സസ് ഉണ്ട്. നിങ്ങൾക്കറിയാം, ഈ ബോർഡർ സ്ഥലങ്ങളെല്ലാം സഭകൾ ഇപ്പോൾ ആരംഭിച്ചു. ആ ഒരു മേഖലയുടെ ഒരു ചുമതല പക്ഷെ സജി മാത്യു എന്നെ ഏൽപ്പിച്ചു. അങ്ങനെ അവിടുത്തെ ഉള്ള ശുശ്രൂഷമാരുടെ ഒരു കൂട്ടുപ്രവർത്തകനായി ഞാൻ പ്രവർത്തിക്കുകയാണ്. സജി പാസ്റ്റോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയും മിഷൻ ഡയറക്ടറാന്ന് പറയും. ഞാൻ അവരുടെ ഇടയിലുള്ള ഒരു പത്രോസ് പറഞ്ഞ നിങ്ങളിലുള്ള ഒരു കൂട്ടു ശുശ്രൂഷ എന്ന രീതിയിൽ അവരുടെ കൂടെ ഞാനും വർക്ക് ചെയ്യുന്നു. വർക്ക് ചെയ്യുന്ന മീൻസ് പോയി അവർക്ക് ആവശ്യമായിരിക്കുന്ന സഹായങ്ങൾ ചെയ്യുന്നു.
അങ്ങനെ അത് ചെയ്യുകയാണ്. എന്നാൽ 2018 മുതൽ കേരളത്തിൽ വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായി. ഞാൻ തിരുവല്ലയിലാണ് താമസിക്കുന്നത്. ആ വെള്ളപ്പൊക്കം ഞങ്ങളെ ഭയാനകമായി ഞങ്ങളുടെ സഹോദരങ്ങളെ അഫക്റ്റ് ചെയ്തു. ഞങ്ങൾക്ക് കൂടുതൽ വിശ്വാസികൾ വരുന്നത് പടിഞ്ഞാറൻ മേഖലയിൽ നിന്നാണ്. അപ്പർ കുട്ടനാടെന്ന് പറയും. അവിടെ ധാരാളം പ്രിയമുള്ളവർ അവരുടെ വീട്, ജീവനോപാധികൾ, അവരുടെ സമ്പാദ്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട നിമിത്തം ഒത്തിരി ഡിവാസ്റ്റേഷൻ ഉണ്ടായി. അതൊരു ഭയാനകമായ കാഴ്ചയായിരുന്നു. ഇഷ്ടംപോലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ, അത് നിമിത്തമുണ്ടായ പകർച്ചവ്യാധികളും രോഗങ്ങളും, പിന്നത്തേതിൽ സ്വന്തം വീട് മാറി താമസിച്ച് ഉണ്ടായ നാശനഷ്ടങ്ങൾ, ഇതെല്ലാം കണ്ട് അടിയന്തിരമായി ഏറെ പേരെ സഹായിക്കേണ്ടതായിട്ട് വന്നു. അവിടെ എനിക്ക് വേണ്ടി സഹായമായി നിൽക്കാൻ കാരണമായി തീർന്നത് ഗുജറാത്തിലെ സജിമാത്തി പാഷാണ്. ഈ സമയം നാട്ടിലുണ്ടായിരുന്നു. അദ്ദേഹം എടുത്ത ഒരു ഇനിഷ്യേറ്റീവാണ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 1000 കുടുംബങ്ങളിലേക്ക് പ്രത്യക്ഷമായും പരോക്ഷമായിട്ടും അദ്ദേഹത്തിന്റെ അന്ന് ഞാൻ ചാരിറ്റി ഓർഗനൈസേഷൻ തുടങ്ങിയില്ല, സഹായങ്ങൾ ചെന്നു. അത്ര പേര് മുന്നോട്ട് വന്നു. അതിനുവേണ്ടി സജീവത്തിൽ ലീഡ് ചെയ്തു. 2018 ആ വെള്ളപ്പൊക്കത്തിന് ശേഷം 2019 ഈ മേഖലയിൽ വീണ്ടും വെള്ളപ്പൊക്കം ഉണ്ടായി. ഞങ്ങളുടെ സഹായങ്ങൾ തുറന്നു വരികയായിരുന്നു. അങ്ങനെ 2019 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഞാനൊരു NGO, ട്രസ്റ്റല്ല എന്ന് പറയാൻ കാരണം ഒരു പബ്ലിക് യൂട്ടിലിറ്റി സർവീസ് ആരംഭിച്ചു. അടിയന്തര ഘട്ടങ്ങളിൽ ഗവൺമെന്റിനെ കൂടെ സഹായിക്കണം. അങ്ങനെയുള്ള ചില നിയമവ്യവസ്ഥകളിൽ നോൺ റിലീജിയസ് ആയിട്ടുള്ള ഒരു സംഘടന രജിസ്റ്റർ ചെയ്തു, ഷെയർ ആൻഡ് കെയർ ഫൗണ്ടേഷൻ. നിങ്ങൾ പലരും കേട്ട് കാണും. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഈ വെള്ളപ്പൊക്കം വന്ന് പല കുടുംബങ്ങളിലും ഒത്തിരി പ്രയാസമുണ്ടായി. ആദ്യ സമയങ്ങളൊക്കെ ഇവർക്ക് ആഹാരങ്ങള്, ഫുഡ് പാക്കറ്റുകള്, മെഡിസിനുകള് കൊടുക്കുന്നതൊക്കെ ഒരു ശുശ്രൂഷകളായിരുന്നു ആദ്യഘട്ടങ്ങളിൽ. പക്ഷെ തുടർമാനമായി ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് കോവിഡ് വന്നത്. ധാരാളം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നോർത്ത് ഇന്ത്യയിൽ അനേകം മിഷണറിമാര് ദൈവത്തിൽ ചേർക്കപ്പെട്ടു. അനേക സഹോദരന്മാർ വിധവമാരായി തീർന്നു. 2019 തന്നെ 5 വിധവമാരായിട്ടുള്ള സഹോദരിമാർക്ക് കൂടെ ഒരു സഹായം കൊടുത്തു തുടങ്ങി. പെൻഷൻ, എല്ലാ മാസവും ഒരു നിശ്ചിത തുക പെൻഷൻ. ഞാനിവിടെ പറയാം, ഇന്ന് ഇപ്പൊ 2025 ഈ മാസവും എല്ലാ മാസവും മുടങ്ങാതെ 50 സഹോദരിമാർക്ക് മുടങ്ങിയിട്ടേ ഇല്ല. 5 വർഷമായി മുടങ്ങിയിട്ടേ ഇല്ല. എല്ലാ മാസത്തിന്റെ ആദ്യത്തെ ആഴ്ചകളിൽ അവരുടെ കരങ്ങളിൽ ആ പെൻഷൻ എത്തും. ഇന്നും ചികിത്സാ സഹായത്തിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ വന്നു, മെയിലിൽ വന്നു. ക്യാൻസർ ബാധിച്ചവര്, ഡയാലിസിസ് ചെയ്യുന്നവര്, വൃക്കരോഗികള്, ആന്തരിക അവയവങ്ങളുടെ സർജറി, പാലിയേറ്റീവ് കെയർ, പീഡിയാട്രിക്, ഈ വയോജനമായിട്ടുള്ളവർ, പ്രായാധിക്യത്തിൽ കിടക്കുന്നവര്, കിടപ്പ് രോഗികള്, മറ്റ് ട്രീറ്റ്മെന്റുകൾ, ഇവർക്കെല്ലാം മെഡിസിൻ ആവശ്യമായിരിക്കുന്ന, വൈദ്യസഹായത്തിന് ആവശ്യമായിരിക്കുന്ന ഒരു പ്രാരംഭ സഹായം, എല്ലാ സഹായമല്ല, അവരുടെ മെഡിക്കൽ റിപ്പോർട്ട് കണ്ടിട്ട് അതിന് ആവശ്യമായ ഒരു സഹായം ചെയ്യും. സ്കൂൾ തുറക്കുന്ന സമയത്ത് കുട്ടികൾക്ക് പഠനോപാധികള്, സ്കൂൾ കിറ്റുകള്, പുസ്തകങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുക്കും. നോർത്ത് ഇന്ത്യയിലേക്കും ഇപ്രകാരമുള്ള സഹായങ്ങൾ പല കാറ്റഗറിയിൽ ചെയ്യുന്നുണ്ട്. ഗുജറാത്ത് സുരേന്ദ്രനഗറിൽ ഫീഡിംഗ് സെന്റർ ഉണ്ട്. ഉള്ള കാര്യമാണ് പറയുന്നത്. ഗുജറാത്ത് സുരേന്ദ്രനഗറിൽ ഫീഡിംഗ് സെന്റർ ഉണ്ട്. റായ്പൂരിലുണ്ട്. ഒറീസ കോട്ട്പാടിലുണ്ട്. മണിപ്പൂരിലുണ്ട്.
ഇങ്ങനെയൊക്കെയുള്ള സഹായങ്ങൾ ചെയ്യുന്നത് ജസ്റ്റ് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് വേണ്ടി മാത്രം. ഞാനല്ല ചെയ്യുന്നത്. ഇതൊരു ടീം വർക്കാണ്. ഇപ്പോൾ നിങ്ങൾ പറയുന്ന ഒരാൾക്ക് പണം അയക്കണമെങ്കിൽ ഇപ്പോൾ ഞാൻ അയക്കത്തില്ല. നിങ്ങളുടെ അഡ്രസ്സും ആർക്കാണ്, ഏത് ബെനിഫിഷ്യറിക്കാണ് പണം ലഭിക്കുന്നത്, കൊടുക്കേണ്ടത്, അന്നേരം കൊടുക്കുന്ന ഞങ്ങളുടെ സ്പോൺസേഴ്സ് ഡയറക്റ്റ് നിങ്ങൾക്ക്, ഞങ്ങൾ പറയുന്ന നിങ്ങൾക്ക് അവർ പണം അയക്കും. ആരുടെയും പണം ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. ദൃഷ്ടി കൂടെ പോകുന്നതുകൊണ്ട് പോകാത്തതുമുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഒരാൾക്ക് ഒരു 5000 രൂപ കൊടുക്കണമെങ്കിൽ എനിക്കാണ് ഒരു ആവശ്യമുള്ളത്. എൻ്റെ എല്ലാ അഡ്രസ്, അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് തരും. നിങ്ങളുടെ ഫോൺ നമ്പറോ വേറെ ഡീറ്റെയിൽസ് സഹായം മേടിക്കാൻ കൊടുക്കത്തില്ല. ഇപ്പൊ ഡാനിയൽ ജോൺ പാഷ എന്നെ സഹായിക്കുന്നെങ്കിൽ ഞാൻ ആരാണെന്നും എൻ്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസും ഡേറ്റ എല്ലാം അദ്ദേഹത്തിന് കിട്ടും. അദ്ദേഹത്തിന് ഒരു വേറെ റോബോട്ട്സ് എനിക്ക് കിട്ടത്തില്ല. എൻ്റെ വിഷയങ്ങളെല്ലാം അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം എന്നെയെല്ലാം ക്രോസ് ചെക്ക് ചെയ്തു. ഞാൻ ജെനുവിനാന്ന് മനസ്സിലായി. അദ്ദേഹം ഡയറക്റ്റ് എനിക്ക്, മിഡിൽമാനുകളില്ല, ആരും പൈസ ആരുടെയും എടുക്കുന്നില്ല. കൃത്യമായിക്കുന്ന പൈസ ഇങ്ങാക്കി കിട്ടും. ഭൗതിക തലത്തിൽ ജീവകാരുണ്യ മേഖല ഇങ്ങനെ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ശുശ്രൂഷകൾ കംപ്ലീറ്റ് നേറ്റീവ് ഇവാഞ്ചലിസ്റ്റിനെ ട്രെയിൻ ചെയ്യുകയാണ്. എന്താണ് ഇന്നത്തെ ഇന്ത്യയുടെ നീഡ്? നമ്മുടെ ഇന്ത്യയിൽ വലിയൊരു ഷിഫ്റ്റ് ഉണ്ടായിരിക്കുകയാണ് മിഷൻസിൽ. നിങ്ങൾ അറിയാതെ പോകുന്നത്, ഇന്ത്യൻ ക്രിസ്ത്യാനിറ്റി ലോകം കണ്ട ഏറ്റവും വലിയൊരു ആത്മീയ ഉണർവ് ഇന്ത്യൻ സഭ കാണും, അല്ലെങ്കിൽ ഇന്ത്യൻ ക്രൈസ്തവ സമൂഹം കാണും. കാരണം എന്താണ് പ്രത്യേകത? ലോകത്തിലെ ഏറ്റവും കൂടുതൽ രാഷ്ട്രങ്ങളിലുള്ള ദൈവമക്കൾ പ്രാർത്ഥിക്കുന്ന ലോകത്തിലെ ഏക രാജ്യം ഇന്ത്യയാണ്. ഒന്നുകൂടെ വിശദമാക്കാം. അമേരിക്കയിലുള്ളവരും, ചൈനയിലുള്ളവരും, റഷ്യയിലുള്ളവരും, ഇന്തോനേഷ്യയിലുള്ളവരും, ശ്രീലങ്കയിലുള്ളവരും, ഇന്ത്യയിലുള്ളവരെല്ലാം ലോകത്തിലെ ഏതെങ്കിലും ഒരു രാജ്യത്തിന് വേണ്ടി വളരെ ശക്തമായി പ്രാർത്ഥിക്കുന്നെങ്കിൽ ആ രാജ്യം ഇന്ത്യയാണ്. അടുത്തത് ലോകത്തിലെ ഏറ്റവും വലിയ മിഷൻ ഫീൽഡ് ഇന്ത്യയാണ്. ഏറ്റവും വലിയ മിഷൻ ഫീൽഡ് ഇന്ത്യയാണ്. പറയാൻ കാരണം ഇത്രയും ജനവിഭാഗങ്ങള്, പോപ്പുലേഷൻ, ഡൈവേഴ്സിറ്റി, സാധ്യത, റിസോഴ്സുകൾ ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഇപ്പോൾ ചൈനയെ നമുക്ക് തൊടാൻ ചൈനീസ് ഭാഷ വേണം. കാരണം ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ കുറവാണ്. എല്ലായിടത്തും പോകാനുള്ള യാത്ര സഞ്ചാരമില്ല, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ കുറവാണ്. ഇപ്പോൾ ഇന്ത്യയിലുള്ളവർക്ക് ഇന്ത്യയിൽ എവിടെ പോകുന്നതിനും യാതൊരു വിലക്കുകളുമില്ല. ഇപ്പൊ ഗുജറാത്തിലുള്ള ആൾക്ക് ആസാമിൽ പോകാം, ആസാമിലുള്ള ഒരാൾക്ക് കേരളത്തിൽ വരാം, കേരളത്തിലുള്ള ആൾക്ക് ജമ്മു കാശ്മീരിൽ പോകാം. അത്രമാത്രം സാധ്യതകളുടെ അവസരമാണ് ഇന്ത്യ. അപ്പോൾ ഈ പ്രതികൂലങ്ങള്, പീഡനങ്ങള്, എതിർപ്പുകള്, ഭീഷണികള്, പ്രോസിക്യൂഷനൊക്കെ പറയുമ്പോൾ തന്നെ നേറ്റീവ് ഇവാഞ്ചലിസം വളരെ ശക്തിപ്പെട്ടിരിക്കുകയാണ്. എന്താണ്? തദ്ദേശരായിട്ടുള്ള സുവിശേഷകര് എല്ലാ സ്ഥലത്തും സജീവമായിരിക്കുകയാണ്. മലയാളികള് പല സ്ഥലത്തു നിന്നും, മലയാളി സെഗ്മെന്റ് ഉള്ളിടത്തുനിന്നൊക്കെ തിരിച്ചു വന്ന് ഇത് യാഥാർത്ഥ്യമാണ്. പക്ഷെ നേറ്റീവായിട്ടുള്ള ഇവാഞ്ചലിസ്റ്റുകൾ ഡെവലപ്പ് ചെയ്ത് ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഹൗസ് ഓഫ് പ്രെയർ, ഹൗസ് ചർച്ചസ്,
മീഡിയ ചർച്ച്, സൈബർ ചർച്ച്, ക്ലസ്റ്റർ ചർച്ച്, ഇതെല്ലാം ഇന്ത്യയിൽ വ്യാപകമായി. ഞാൻ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിന്ന് വന്ന ഒരു സഹോദരനെ കണ്ടു. അദ്ദേഹം ഡൽഹിയിൽ ഒരു സഭയിലും പോകാൻ കഴിയുന്നില്ല അദ്ദേഹത്തിന്. പക്ഷെ അദ്ദേഹം ഒരു ഇലക്ട്രോണിക് ചർച്ചിന് മെമ്പറാന്ന് പറഞ്ഞു. നിങ്ങൾ അറിയുന്നതിനപ്പുറമായിട്ട് പീപ്പിൾ ഗ്രൂപ്പ്സിനെ, വിവിധ കമ്മ്യൂണിറ്റിയെ, വിവിധ എത്നിക് ഗ്രൂപ്പുകളെ ഈ ദിവസങ്ങളിൽ പരിശുദ്ധമാവ് ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെന്താണ് ആവശ്യം? അതിനാവശ്യം മലയാളി ലീഡർഷിപ്പ് അല്ല. നമ്മൾക്ക് പരിമിതമായി, നമ്മുടെ യാത്ര പരിമിതമായി, നമ്മുടെ ലീഡർഷിപ്പ് പരിമിതപ്പെട്ടു. നമുക്ക് മറ്റുള്ളവരെ പോയി കണ്ടെത്തുവാനുള്ള അവസരങ്ങൾ കുറഞ്ഞു. ഫീൽഡുകളിൽ നമ്മുടെ പ്രസൻസ് വളരെ കുറഞ്ഞു. കാരണം ഒരു സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യയിൽ കണ്ടാൽ അവർക്കറിയാം എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന്. ഞാനിപ്പോൾ ലക്നൌവിലോ കാൺപൂരിലോ ആണെങ്കിൽ ഞാനൊരു സുവിശേഷമാണെന്ന് ആരോടും പറയണ്ട, അവർ മനസ്സിലാക്കും. കാരണം ഇപ്പോൾ നമ്മുടെ കുട്ടികൾ ആരും ബോംബെ ഉൾപ്പെടെ ഒറ്റ സ്ഥലത്തും ജോലിക്ക് വേണ്ടി പോകുന്നില്ല. ഫാക്ടറി പണിയാനോ, ലേബർ യൂണിറ്റുകളിലോ, ഹോട്ടലിൽ പണിയാനോ, എന്തെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താനോ ഒന്നും നമ്മളാരും ഇപ്പോൾ പോകുന്നില്ല. പഴയ ഉള്ള സ്ഥാപനങ്ങളേ ഉള്ളൂ, അധ്യാപകരായിട്ട് പോകുന്നില്ല, കമ്പനി ജോലി ചെയ്യാൻ പോകുന്നില്ല. എല്ലാവരും വിദേശത്ത് പോവുകയാണ്. മലയാളികളുടെ പ്രസൻസ് ഇപ്പോൾ റൂർക്കരയിലും, ഭിലായിലും, ഭോപ്പാലിലും, ഇൻഡോറിലും, ഇറ്റാർസിയിലും, ബോംബെയിലും, ഡൽഹിയിലും, ജംഷഡ്പൂരിലും, കൽക്കട്ടയിലും, ഒരു കാലത്ത് ഇതെല്ലാം ഞാൻ പറഞ്ഞത്, ഇതെല്ലാം ജയ്പൂര്, ഇതെല്ലാം മലയാളിയുടെ ഭയങ്കര ഒരു താവളങ്ങളായിരുന്നു. പക്ഷെ അവിടെ ആ സ്ഥാനത്ത് മലയാളികൾ ഉള്ളവർ അവിടെ തുടരുവാൻ കഴിയുന്നില്ല. നമ്മൾ മറ്റാരെയും അവിടെ അയച്ചില്ല. നമ്മുടെ ഇടയിൽ നിന്ന് ആരും ഇപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. അതിന്റെ ഭാഗത്ത് ഇപ്പോൾ നേറ്റീവായിട്ടുള്ള ലോക്കൽ ലീഡർഷിപ്പ് ഡെവലപ്പ് ചെയ്തു. ഞങ്ങള് ലോക്കലായിട്ടുള്ള ലീഡർഷിപ്പ് ഡെവലപ്പ് ചെയ്യുകയാണ്. അതാണ് ഇപ്പോൾ ചെയ്യുന്ന ശുശ്രൂഷകൾ. അതിനുവേണ്ടി പല സ്ഥലം കടന്നു പോകുന്നു. ഇനിയിപ്പോൾ ലൈറ്റി ക്ലർജി എന്നുള്ള വ്യത്യാസമില്ല, എല്ലാവരെയും പഠിപ്പിക്കുക. സ്ത്രീകളെയും കുട്ടികളെയും യുവാക്കളെയും എല്ലാം അതിനെ പഠിപ്പിക്കുക. പാർട്ട് ടൈം ഫുൾ ടൈം ഒന്നുമില്ല, എല്ലാവരും പൂർണ്ണസമയ സുവിശേഷകരാണ്. പക്ഷെ അപ്പോൾ തന്നെ ജോലിയോടുകൂടെ സുവിശേഷകരാണ്. അവരവരുടെ സ്കിൽ ഏതാണ്, അവരവർക്ക് കിട്ടിയ ട്രെയിനിങ് എന്താണ്, അത് അവരവർക്ക് കിട്ടിയ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ എന്താണ്, അവരവർക്ക് കിട്ടിയുള്ള ഒരു ജോബ് ഓപ്പണിംഗ് എന്താണ്, അതാത് സ്ഥലത്ത് അവർ ദൈവരാജ്യത്തിന്റെ പ്രതിനിധിയാണ്. എല്ലാവരും കിങ്ഡം ബിൽഡേഴ്സ് ആണ്. അതുകൊണ്ട് മെസ്സേജ് മാറി, തിയോളജി മാറി, അതനുസരിച്ചുള്ള ട്രെയിനിങ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ത്യ എന്ന് പറയുമ്പോൾ നേരത്തെ എല്ലാവരും പറഞ്ഞത് ഗ്രാമമായിരുന്നു. ഇപ്പോൾ ഗ്രാമം കുറഞ്ഞു, ഗ്രാമങ്ങളെല്ലാം പട്ടണമായി, വില്ലേജ് ചെറുതായി, വില്ലേജുകൾ ഇല്ലാതായി. വില്ലേജുകളുടെ സ്ഥാനത്ത് അർബൻ സിവിലൈസേഷൻ, അർബൻ സെക്ടർ വന്നു. വില്ലേജ് മാറി സെമി അർബൻ വന്നു. ഇപ്പോൾ തന്നെ ഏതാണ് വലിയ അർബൻ സിവിലൈസേഷൻ വന്നു. മെട്രോ അർബൻ വന്നു, മെട്രോ ടൗൺഷിപ്പുകൾ വന്നു. നിങ്ങൾ ചിന്തിക്കണം, ഡൽഹിയിൽ നിന്ന് തുടങ്ങുന്ന ഗോൾഡൻ കോട്ടിലാറ്റൽ എന്ന് പറയുന്ന സുവർണ പാത ബോംബെ വരെ വരുന്ന ഈ 6 വരി 8 വരി പാതയിൽ 1000 പുതിയ ടൗൺഷിപ്പാണ് വരുന്നത്. ഒരു 10,000 സഭ സ്ഥാപിക്കാനുള്ള സംവിധാനവും ജനവും പീപ്പിൾ ഗ്രൂപ്പ്സും സാധ്യതകളുമുണ്ട്.
പക്ഷെ 100 സഭകൾ പോലും ഇല്ല. ഇതാണ് ഇന്ത്യൻ റിയാലിറ്റി. വലിയ മിഷൻ ഫീൽഡ്, ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യം, ലോകം മൊത്തം ഫോക്കസ് ചെയ്യുന്ന ഏക രാജ്യം, ഒരു വലിയ ആത്മീയ ഉണർവ് ഉണ്ടാവുമെന്ന് എല്ലാവരും പ്രവചിച്ചിരിക്കുന്ന ഒരു നേഷൻ, ഇപ്പോൾ തന്നെ വലിയ പെർസിക്യൂഷൻ ഉള്ള സ്ഥലം, എന്നാൽ ഏറ്റവും വലിയ ഫാസ്റ്റസ്റ്റ് ആയിട്ട് ചർച്ച് ഗ്രോ ചെയ്യുന്ന ഒരു രാജ്യം ഇന്ത്യയാണ്. നേറ്റീവ് ലീഡർഷിപ്പിനെ, അപ്പോസ്റ്റൽ ലീഡർഷിപ്പിനെ കർത്താവ് എഴുന്നേൽപ്പിക്കുകയാണ്. അവർ ശക്തമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുകയാണ്. ഇതാണ് നിങ്ങളുടെ മുമ്പിലുള്ള ഇന്ത്യയുടെ സാധ്യതകൾ. നിങ്ങളുടെ സമയം, എഫർട്ട്, റിസോഴ്സ്, ടാലന്റ്, ഗിഫ്റ്റുകൾ, ദൈവം നൽകിയ എല്ലാ നിങ്ങളുടെ അവസരങ്ങൾ ദൈവരായത്തിന് വേണ്ടി വിനിയോഗിക്കുക. മിഷൻ ഒരിക്കലും ഇമ്പോസിബിൾ അല്ല, മിഷൻ പോസിബിൾ ആണ്. എന്നുള്ളത് വെട്ടിക്കളഞ്ഞാൽ മതി, മിഷൻ പോസിബിൾ ആണ്. നമ്മൾ 2025 2032 33 വലിയ പ്രാധാന്യമാണ്. കാരണം സഭ 3 സഹസ്രാബ്ദത്തിലേക്ക് പോവുകയാണ്. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റിട്ട് 2000 വർഷം പൂർത്തീകരിച്ച് സഭയുടെ 3 സഹസ്രാബ്ദം ആരംഭിക്കുകയാണ്. ഭാരത സഭ വലിയ ഉണർവിന്റെ വക്കീലാണ്. അതുകൊണ്ടാണ് ലോകത്തിലെ എല്ലാ മിഷൻ ഏജൻസികൾ ഇന്ത്യ ഫോക്കസ് ചെയ്യുകയാണ്. കാരണം ഇത്രയും വലിയ പീപ്പിൾ ഗ്രൂപ്പ്സ് ഉള്ള, ഏകദേശം 6700-ലധികം പീപ്പിൾ ഗ്രൂപ്പ്സ് ഉള്ള, കൃത്യമായിട്ട് പറഞ്ഞാൽ പീപ്പിൾ ഗ്രൂപ്പ്സ് വിത്ത് എത്നിക് കമ്മ്യൂണിറ്റിയോട് വെച്ചാൽ 10,000 ആവും. അന്നേരം ഓരോ ഭാഷയിൽ നിന്നും, വംശത്തിലും ജാതിയിൽ നിന്നും ദൈവസ്ഥയിൽ ചെല്ലണമെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഈ ജനവിഭാഗങ്ങൾ വിടുവിക്കപ്പെടണം. അതാണ് ഇപ്പോൾ നമ്മുടെ ഫോക്കസ്. അതിനുവേണ്ടിയുള്ള യാത്രകളാണ്, പ്രാർത്ഥനകളാണ്, ഉദ്യമത്തിലാണ്, നെറ്റ്വർക്കിലാണ്, പരസ്പരമുള്ള ഒരു അന്യോന്യമുള്ള സഹകരണത്തിലാണ്. എല്ലാവരും ഒന്നിച്ചേർന്ന് പ്രവർത്തിക്കുകയാണ്. വൻമനുഷ്യയല്ല, ടീം വർക്കാണ്. കോർപ്പറേറ്റായിട്ട് ഒന്നിച്ചു നിൽക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുന്നു. എനിക്ക് ഇവിടെ തിരുവല്ല ചർച്ചുണ്ട്. അപ്പോൾ തന്നെ ഇങ്ങനെയുള്ള ശുശ്രൂഷയിൽ വ്യാപൃതനായിരിക്കുന്നു. ഒരിക്കൽ കൂടെ എല്ലാവരും പ്രാർത്ഥനയെ ചോദിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രിയ ഡാനിയൽ ജോൺ പാസ്റ്ററുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവം നമ്മെല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോബി വർഗീസ് അവറുകൾ. വളരെ വേറിട്ട ഒരു വീഡിയോ എന്ന് വേണമെങ്കിൽ കർത്താവിൻ്റെ ദാസൻ്റെ ഈ സെഷനെ പറയുവാൻ തക്കവണ്ണം കഴിയും. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായ ഒരുപാട് അനുഭവങ്ങളും അറിവുകളും അനേക പ്രിയപ്പെട്ടവരോട് പങ്കുവയ്ക്കുവാൻ സർവകൃപാലുവായ ദൈവം ഈ അവസരത്തിൽ കർത്താവിൻ്റെ ദാസനെ ഉപയോഗിച്ചു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ചരിത്രാതീത കാലം മുതലുള്ളതായ ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് ഓർമ്മകൾ, ഇന്നത്തെ തലമുറയ്ക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് പെന്തക്കോസ്തിൻ്റെ ആ ആദ്യ നാളുകൾ മുതലുള്ള ഇങ്ങോട്ട് ഇന്നേ വരെയുള്ള സംഭവങ്ങൾ, അതിൻ്റെ സാധ്യതകൾ ഒക്കെ വളരെ വ്യക്തമായിട്ട് ഷെയർ ചെയ്യുവാൻ ഇടയായി തീർന്നു. തീർച്ചയായിട്ടും ഇത് ഒരു ദിവസത്തെ പ്രയത്നം കൊണ്ടല്ല, ജീവിതത്തിൻ്റെ അനുഭവത്തിൻ്റെ ഏടുകളിലൂടെ മനസ്സിലാക്കിയ നഗ്ന സത്യങ്ങളാണ് കർത്താവിൻ്റെ ദാസനിലൂടെ കേൾക്കുവാൻ കഴിഞ്ഞത്. ഇന്നിൻ്റെ തലമുറയ്ക്ക് ആവശ്യമായിരിക്കുന്ന ഒരുപാട് അറിവുകൾ, ഓർമ്മകൾ പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. പലർക്കും കഴിയാതെ പോകുന്ന, അറിയാതെ പോകുന്ന ഈ യാഥാർത്ഥ്യങ്ങൾ അടുത്ത ഒരു തലമുറയ്ക്ക് കൈമാറുവാൻ തീർച്ചയായിട്ടും ഈ വീഡിയോ സഹായകരമായി തീരുമെന്ന് തന്നെയാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. ഒരു പക്ഷെങ്കിൽ മിലിട്ടറിയുടെ ആ ഒരു ക്യാമ്പസിൽ ജനിച്ചു വളർത്തപ്പെട്ട ആ ഒരു പാരമ്പര്യം അല്ലെ ഒരു പൈതൃകം വെച്ച് മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഒന്നുകിൽ ഇന്ന് ആ ലെവലിൽ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിയുമായിരുന്ന സാധ്യതയുള്ള ഒരു കുടുംബത്തിലാണ് കർത്താവിൻ്റെ ദാസൻ ജനിച്ചു വളർത്തപ്പെട്ടത്. അല്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞാൽ, വളർന്നു വന്ന ആ യൗവനകാലത്തിൽ രാഷ്ട്രീയവും കലയും മറ്റ് ഇതര മേഖലകളുമായി ബന്ധപ്പെട്ട് പോവുകയോ അതല്ല എങ്കിൽ ഒരു ലോയർ എന്ന നിലയിൽ ആ ഡൈവേർട്ട് ചെയ്ത് ആ നിലയിലേക്ക് പോവുകയോ ഒക്കെ ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് ഒരുപാട്
വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ കഴിയുന്ന ഒരുപാട് അവസരങ്ങൾ ഒരു പക്ഷെങ്കിൽ കിട്ടുമായിരുന്നു. എന്നാൽ അതിനേക്കാളേറെ ഉപരി ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി വളരെ ദീർഘവീക്ഷണത്തോടുകൂടി വളരെ ശക്തമായ നേതൃത്വം കൊടുത്തുകൊണ്ട് ആത്മീയ ശുശ്രൂഷകൾക്കും അനേകരെ ട്രെയിനിങ് ചെയ്യുന്നതിനും മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിനും അതുപോലെ കൈത്താങ്ങൽ ആവശ്യമായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവർക്ക് കൈത്താങ്ങൽ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് സുവിശേഷത്തിൻ്റെ ദൗത്യവുമായി രാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി കർത്താവിൽ പ്രസിദ്ധനായി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവപുത്രനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് പിന്നെയും ആയുസ്സും അവസരവും ധാരാളമായി തെരുമാറാകട്ടെ. കർത്താവിന് വേണ്ടി ഏറെ പ്രയോജനപ്പെടുവാൻ, നല്ല സാക്ഷ്യം വഹിപ്പാൻ, അനേകരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുവാൻ ദൈവപുത്രനെയും കുടുംബത്തെ ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ ശ്രോതാക്കളെ, തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങളും കേട്ട് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും കമൻറ്റ് ബോക്സിൽ പറയുകയോ ഞങ്ങളെ വിളിക്കുകയോ ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസങ്ങൾ നമുക്ക് അവർക്ക് ആവശ്യമായിരിക്കുന്ന ഒരുപാട് അറിവുകൾ ഈ നിമിഷം നമുക്ക് ലഭിക്കുകയുണ്ടായി. മാത്രമല്ല ദൈവപുത്രൻ്റെ ഓരോ ദിവസത്തെയും കാഴ്ചപ്പാടുകൾ ദിവസേന അദ്ദേഹം ഒരു യൂട്യൂബ് ചാനലിലൂടെ ഷെയർ ചെയ്യുന്നത്, അതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്കായിട്ട് പങ്കുവയ്ക്കുന്നത് എല്ലാ ദിവസവും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഹൃദയസ്പർശിയായ അല്ലെങ്കിൽ വളരെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി ഈ കാലയളവിൽ ആരെങ്കിലും ശ്രവിക്കാതിരിക്കുകയോ പരിഗണിക്കാതിരിക്കുകയോ അദ്ദേഹത്തിന് വിഷയമല്ല. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആരെങ്കിലും കേൾക്കുകയോ അംഗീകരിക്കുകയോ പരിഗണിക്കാതിരിക്കുകയോ അദ്ദേഹത്തിന് വിഷയമല്ല. അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഒരു ശുശ്രൂഷ ഭംഗിയായി ചെയ്യുക, ഉത്തരവാദിത്തോട് ചെയ്യുക എന്നുള്ള ഒരു കാര്യത്തിൽ വളരെ വിശ്വസ്തനായ ദൈവഭൃത്തനായിരിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ ചില വർഷങ്ങളായി ഞങ്ങൾ തമ്മിലുള്ളതായ ആ ഒരു സ്നേഹബന്ധത്തിൽ കൂടിയും അദ്ദേഹത്തുമായിട്ടുള്ള പല കൂട്ടായ്മകളിലൂടെ എനിക്ക് മനസ്സിലാക്കുവാൻ തക്കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ദൈവഭക്തൻ്റെ ജീവിതാനുഭവങ്ങൾ അനേക പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹത്തിനും ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കും കാരണമായി തീരും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം വരുത്താം. ദൈവം നമ്മളെ ഉപയോഗിക്കുവാൻ നമുക്ക് തന്നിരിക്കുന്ന അവസരങ്ങളും ഇടങ്ങളും ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, ഫലവത്തായി തീരുവാൻ തക്കവണ്ണം നാം നമ്മുടെ സമയങ്ങളെ വേർതിരിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ജോബി പാസ് അരോമ ടിവിയുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒരു നിമിഷം ചുരുക്കം വാചകങ്ങൾ നമ്മെ പ്രാർത്ഥന സഹായിക്കും. നമുക്ക് ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, സ്വർഗീയ നല്ല ദൈവമേ, കഴിഞ്ഞ ചില നിമിഷങ്ങളായി വിവിധ സ്ഥലങ്ങളായിരുന്നു കൊണ്ട് ഈ സാക്ഷ്യങ്ങൾ, ഈ ആലോചനകളെ ശ്രമിക്കുവാൻ തന്റെ ജനത്തിന് ദൈവം അവസരം കൊടുത്തതിനാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇപ്രകാരം ഒരു മുഖാന്തരം അന്യോന്യം ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനും ഞങ്ങൾ കേട്ട് നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിന് സ്തോത്രം നൽകുവാൻ ഈ ലഭിച്ച വലിയ സാവകാശത്തിനായി ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രിയ ദാനിയേൽ ഭാഷക്കായി സ്തോത്രം. അരോമ ടിവിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അതിന്റെ സംഘാടകരെയും അതിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഭാരവാഹികളെയും ഞങ്ങൾ ദൈവത്തിൽ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഇങ്ങനൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ദൈവനാമത്തിന് വേണ്ടി തുടങ്ങുവാൻ ആയിരങ്ങൾക്ക് പതിനായിരങ്ങൾക്ക് പ്രയോജനകരമായി തീരുവാൻ ഞങ്ങളുടെ ദാസന കുടുംബത്തിന് ദൈവം കൊടുത്ത വലിയ ദർശനം, കാഴ്ചപ്പാട് ഈ നിയോഗത്തിനായി സ്തോത്രം ചെയ്തു. കഴിഞ്ഞ നിമിഷങ്ങളിൽ ഞങ്ങളുടെ ശ്രോതാക്കളായി വളരെ ശ്രദ്ധാപൂർവം ഈ പ്രോഗ്രാം വീക്ഷിച്ച എല്ലാ പ്രിയമുള്ളവരെയും ഞങ്ങൾ ദൈവത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ആവശ്യമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ, കൃപകൾ നൽകി സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിൽ അവർക്ക് ആവശ്യമായിരിക്കുന്ന ആത്മീയ നന്മകൾ, ഭൗതിക സമൃദ്ധി, ശാരീരികമായ വിടുതലുകൾ, സാമ്പത്തികമായ അഭിവൃദ്ധികൾ, മാനസികമായ സന്തോഷങ്ങൾ, ആത്മീയ ജീവിതത്തിൽ വലിയ ഉണർവുകൾ എല്ലാവർക്കും ദൈവം നൽകി സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ നാളുകൾ ഞങ്ങൾ ഒന്നുകൂടെ ആത്മാവിൽ ഒരുക്കപ്പെടുവാൻ, എല്ലാവരും കൃപ പ്രാപിപ്പാൻ, പരിശുദ്ധമായ ശക്തിയും അഭിഷേകവും പ്രാപിച്ച് ഒരു ജയജീവിതം കർത്താവിന് വേണ്ടി നയിക്കുവാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും കർത്താവ് കൃപ നൽകണമേ. ഏതെങ്കിലും വിഷയത്തിൽ ഭാരത്തോടെ, പ്രയാസത്തോടെ, നിരാശയോടെ, സങ്കടത്തോടെ, ആകുലതയോടെ,
ചിന്താഭാരത്തിൽ, ഏകാന്തതയിൽ, എന്തെങ്കിലും മറ്റ് വിഷമതകളിൽ, ഞെരുക്കങ്ങളിൽ, ബുദ്ധിമുട്ടുകളൊക്കെ കഴിയുന്ന പ്രിയമുള്ളവരുണ്ടെങ്കിൽ സ്വർഗീയമായ സമാധാനം, സർവാശ്വാസങ്ങളുടെ ദൈവം തെരഞ്ഞെടുത്ത് വീണ്ടും ശക്തീകരിച്ച് ബലപ്പെടുത്തി സൗഖ്യം പകർന്ന് രോഗശാന്തി കൽപ്പിച്ച് ആരോഗ്യം പകർന്ന് എല്ലാവിധമായ ക്ലേശങ്ങൾ വിടുവിച്ച് കഷ്ടങ്ങൾ വിടുവിച്ച് എല്ലാ നിന്റെ മക്കളെയും ബലത്തോടെ സമാധാനത്തോടെ സ്വസ്ഥത്തോടെ ദൈവം നിർത്തും. കൃപയെല്ലാം അവരോട് കൂടിയിരിക്കും. അരോമ ടിവിയുടെ എല്ലാ പ്രേക്ഷകരെയും ഒരുമിച്ച് അനുഗ്രഹിക്കും. നിന്റെ നാമം മഹത്വം കൊടുക്കും. ഓരോവരും ഞങ്ങളെ ഒരുക്കണമേ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോബ് വർഗീസ് അവർ ഇത്രത്തോളം സമയം വളരെ വിലപ്പെട്ട നിമിഷങ്ങൾ അരോമ ടിവിയുടെ പ്രേക്ഷകരുമായിട്ട് വളരെ തിരക്കുകളുണ്ടായിട്ടും വേർതിരിച്ചതിന് കർത്താവിൻ്റെ ദാസനോട് കുടുംബാംഗങ്ങളോട് നന്ദി ഒരു പ്രാവശ്യം കൊണ്ട് അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. മാത്രമല്ല, ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ ജീവിതാനുഭവങ്ങൾ അനുഗ്രഹമായി തീർന്നു നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേട്ട് അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയും നിങ്ങൾക്ക് സംബന്ധിക്കാം. അതുപോലെ aroma.tv.co.in എന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവവും സാക്ഷ്യവുമായി വീണ്ടും കൂടി കാണുമ്പോഴേ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com